ഇപ്പോൾ പോളണ്ട് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൽ അങ്ങനെ ഫേമസ് അല്ല ക്രിക്കറ്റ് എന്ന് പറഞ്ഞ സ്പോർട്ട്. ഇവിടെ പാഷൻ വെച്ച് ഇവിടെ കളിക്കുന്നു, അതൊരു ക്ലബ് ആവുന്നു, അതിപ്പോൾ അതൊരു കമ്മ്യൂണിറ്റി ആയി മാറി, ഒരുപാട് ആൾക്കാർ. അപ്പോൾ ചേട്ടൻ്റെ ആ തോട്ടം അന്ന് എങ്ങനെയായിരുന്നു തുടങ്ങാനുള്ള കാരണം? പോളണ്ടിൽ വന്നിട്ടൊരു ഏകദേശം ഒരു 11 വർഷമായി. അടുത്ത വർഷം തന്നെ നമ്മളൊരു ക്ലബ്ബായിട്ട് തുടങ്ങി, യൂണിവേഴ്സിറ്റി ക്ലബ്ബായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 2015 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ PWCC എന്ന് പറഞ്ഞ ക്ലബ്ബ്. ചേട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ അഡ്വൈസറി ബോർഡ് ഫാബ്, അതിനെപ്പറ്റി എന്താ ചേട്ടൻ അതിൽ വൺ ഓഫ് ദ മെമ്പർ അല്ലേ? ഇതൊരു ഇന്റർവ്യൂ പ്രോസസ് കൂടെ പോയിട്ട് എനിക്ക് സെലക്ട് ചെയ്തതാണ്. അല്ലാണ്ട് ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഫാബ് തുടങ്ങണം പറഞ്ഞാൽ അത് ക്ലബ്ബ് ചെയ്തതാണ്. അതിൽ 14 മെമ്പറിൽ ഒരാളാണ് ഞാൻ. അത് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ പർപ്പസ് ഓഫ് ദിസ് ഫാൻ അഡ്വൈസറി ബോർഡ്, രണ്ട് ഫാൻസും ക്ലബ്ബും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മാക്സിമം ട്രാൻസ്പാരന്റ് ആക്കുക. ചേട്ടാ ഇവിടുത്തെ ക്ലബ്ബ് സസ്റ്റൈനബിൾ ആണ് ആവണമെന്ന് പറഞ്ഞില്ലേ PWCC? അപ്പോൾ ഇപ്പൊ എന്താ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ? ഇത് ഗുഡ് ക്വസ്റ്റ്യൻ. തുടക്കത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ അത് എന്താ കാരണം അറിയാതെ അവർക്ക് ആ സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ആ ഒരു അത് ഫെയ്ഡ് ആവണോണ്ടാണോ അതിങ്ങനെ ഫാൻ അഡ്വൈസറി ബോർഡ് തുടങ്ങാനുള്ള ഒരു കാരണം? അല്ല, അത് ഇതായിട്ടുള്ളതാണ്. അതായത് അതൊരു കാരണമല്ല. ഓക്കെ, സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹോളി ഹാബിറ്റാറ്റ്. ഇന്ന് അനദർ എപ്പിസോഡ്. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഗോകുൽ ചേട്ടൻ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. മൂപ്പരെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന ഉടനെ, അതായത് 2017 ഞാൻ പോളണ്ടിൽ വന്ന ഉടനെ തന്നെ കേട്ടൊരു ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ട് PWCC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ആണ്. അപ്പോൾ ചേട്ടൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ. ഹലോ, താങ്ക് യു സൗരഭ് ആൻഡ് നഫൽ ഇൻവൈറ്റ് ചെയ്തതിന്. എന്താ പറയുക, ഞാൻ പോളണ്ടിൽ വന്നിട്ടൊരു ഏകദേശം ഒരു 11 വർഷമായി. അപ്പോൾ ഒരു മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് സ്റ്റുഡൻ്റായിട്ട് വന്നതാണ്. പക്ഷേ അവിടെ നിന്നാണ് ജേണി എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് ക്രിക്കറ്റ് അടുത്ത വർഷം തന്നെ നമ്മളൊരു ക്ലബ്ബായിട്ട് തുടങ്ങി, യൂണിവേഴ്സിറ്റി ക്ലബ്ബായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 2015 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ PWCC എന്ന് പറഞ്ഞ ക്ലബ്ബ്. പക്ഷെ ഒരു സൈഡിൽ കരിയറും അങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫൈനാൻസ് ഫേമിൽ വർക്ക് ചെയ്യുന്നു. ഒരു കഴിഞ്ഞ കുറേ കാലമായിട്ട് അതേ കമ്പനിയിലാണ്, പക്ഷേ പൊസിഷൻസ് പലത് ചേഞ്ച് ആയി. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരു AI ഫീൽഡിൽ. അങ്ങനെ പറയാം. ഫാമിലിയൊക്കെ നാട്ടിലാണ്. അങ്ങനെ. അപ്പോൾ ഈ PWCC പറ്റി ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പോളണ്ട് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൽ അങ്ങനെ ഫേമസ് അല്ല ക്രിക്കറ്റ് എന്ന് പറഞ്ഞ സ്പോർട്ട് ഇവിടെ. അപ്പോൾ നമ്മളൊരു ഇന്ത്യക്കാർ നമ്മുടെ പാഷൻ വെച്ച് ഇവിടെ കളിക്കുന്നു, അതൊരു ക്ലബ് ആവുന്നു, അതിപ്പോൾ അതൊരു കമ്മ്യൂണിറ്റി ആയി മാറി, അതിൽ ഒരുപാട് ആൾക്കാർ. അപ്പോൾ ചേട്ടൻ്റെ ആ തോട്ടം അന്ന് എങ്ങനെയായിരുന്നു ഇത് തുടങ്ങാനുള്ള കാരണം? ഓക്കെ, സോ ഇത് തുടങ്ങാൻ ശരിക്കും ക്രിക്കറ്റിനോടുള്ള പാഷൻ കാരണം തുടങ്ങിയതാണ്. നമ്മൾ 2014 വന്നു ഇവിടെ കളിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പല ക്ലബിലും പോയി കളിച്ചു. അപ്പോൾ അപ്പോൾ ഉള്ള ക്രിക്കറ്റ് അത്ര കോമ്പറ്റീറ്റീവ് അല്ല ഇവിടെ. അതായത് ഓക്കെ, ഒരു റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ കളിച്ചവരും എന്താ പറയുക, നല്ല ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്, ബോർഡ് കളിച്ചവരും ഏജ് കാറ്റഗറി നാഷണൽ കളിച്ചവരൊക്കെ ഉള്ള പല ടീമുകളുണ്ട്. പക്ഷെ കൂടുതലും ഒരു ഫൺ മെന്റാലിറ്റിയിൽ കളിക്കുന്ന ടീംസ് ആയിരുന്നു ആ സമയത്ത് കൂടുതൽ. അതായത് കുറച്ച് 45+ 50 അടുത്തൊക്കെ ഉള്ളവർ കളിക്കുന്ന. അപ്പോൾ അങ്ങനെ ഒരു മിക്സ് ചെയ്താൽ കളിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ചാൻസ് ഒക്കെ കുറവായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആ സ്റ്റുഡൻറ്റ് പല ടീമുകളിൽ നമ്മൾ കളിച്ചിട്ട് നമ്മൾ തീരുമാനിച്ചു നമുക്ക് എന്തുകൊണ്ട് ഒരു ടീമായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ. നമ്മളൊരു കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പെർഫോമൻസിൻ്റെ ബേസിൽ മാത്രം ടീം എടുത്ത് കളിക്കുന്ന. അങ്ങനെ നമ്മളൊരു വളരെ സിമ്പിളായിട്ട് അതിൻ്റെ അടുത്ത വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ 50 ഓവറിൽ റണ്ണറപ്പ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു സ്റ്റാർട്ടാണ് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ അതാണ് എനർജി, ആ യങ്സ്റ്റേഴ്സിൻ്റെ എനർജിയാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അതൊരു നമ്മുടെ ഒരു പാർട്ട് ഓഫ് ലൈഫായിട്ട് മാറി. കാര്യം സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വീക്കെൻഡും നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരെ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ അടക്കം അങ്ങ് പോയി അവിടെ കളിയും കണ്ട് 1-2 കളി ചിലപ്പോൾ കാണും, ചിലപ്പോൾ ഒരു കളി കഴിഞ്ഞിങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഒരു രസമായിരുന്നു. അതൊരു പാർട്ട് ഓഫ് ലൈഫായിട്ട് പിന്നീട് അത് മാറി. അപ്പോൾ അങ്ങനെ ആ പാഷൻ്റെ പുറത്ത് കണ്ടിന്യൂ ചെയ്ത് പോയതാണ്. പിന്നീട് വർഷങ്ങൾ കുറേ കഴിഞ്ഞു പോയി, നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഇറങ്ങി അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോളിടെക്നിക്ക വർഷാവ്സ്ക ക്രിക്കറ്റ് ക്ലബ് എന്നായിരുന്നു. അതായത് വാർസോ യൂണിവേഴ്സിറ്റിയുടെ പോളിഷ് പേരാണ്. പിന്നെ 2-3 വർഷം കഴിഞ്ഞ് നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരാരും ഇല്ല. അപ്പോൾ നമ്മൾ പതുക്കെ അങ്ങനെ ടീമിൻ്റെ പേര് ലെറ്റർ അങ്ങനെ നിർത്തി മാറ്റിയതാണ് പോളിഷ് വാരിയേഴ്സ് ക്രിക്കറ്റ് ക്ലബ്. പക്ഷേ PWCC എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അറിയും. അങ്ങനെ വളരെ സൈസബിൾ ക്ലബ്ബാണ്. നമ്മുടെ റീസെൻ്റ് ട്രയംഫ് 2023 ആണ് ലാസ്റ്റ് കപ്പ് നമ്മൾ അടിക്കുന്നത്. പോളണ്ടിലെ ടോപ്പ് ടിയർ ക്ലബ്ബ് തന്നെയാണ് അടിക്കുന്നത്. ഞാനായിരുന്നു ക്യാപ്റ്റൻ ആ സമയത്ത്. നമ്മളൊരു കപ്പ്, ഒരു ഫൈനൽ കപ്പ്, ആ ഇയറിലെ ഫൈനൽ കപ്പ് നമ്മളാണ് അടിച്ചത്. ലാസ്റ്റ് ഇയർ 3rd-ഉം 4th-ഉം പൊസിഷനായിട്ട് പല ലീഗിലും അങ്ങനെയാണ് ഫിനിഷ് ചെയ്തത്. ഫസ്റ്റ് ആയിട്ടില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇയർ മേ ബി 2019, ആ ഒരു കോവിഡിന് ജസ്റ്റ് ബിഫോർ ആയിരുന്നു. അല്ലെങ്കിൽ ആ തുടങ്ങുന്ന ആ ഒരു ടൈമിനായിരുന്നു. നമ്മൾ ഒരു 4 ടൂർണമെൻറ്റോളം കളിച്ചതിൽ
2 കപ്പ് ഒരു റണ്ണറപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ടോപ്പ് 3 വരുന്ന ഒരു പോളണ്ട് നാഷണൽ ഫസ്റ്റ് ഡിവിഷൻ, അതായത് മെയിൻ ഡിവിഷനിൽ വരുന്ന ഒരു ക്ലബ്ബാണ്. അത് വളരെ പ്രൗഡാണ്. അത് 10 വർഷം, അത് 10 വർഷത്തോളമായി അത് ആലോചിക്കുമ്പോ അല്ലേ. 10th ഇയർ ആണ്, നമ്മുടെ 10th ആനിവേഴ്സറി ആണ്. അപ്പൊ നിങ്ങളിപ്പോ യൂറോപ്പില് വേറെ എവിടെയും കൺട്രീസിലൊക്കെ പോയി കളിച്ചിരുന്നു? ഇല്ല, നമുക്ക് അങ്ങനെ ഒന്ന് കളിക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഡ് നമുക്കില്ലായിരുന്നു. അതായത് നമ്മൾ സ്റ്റുഡൻസ് ആണ്. നമ്മൾ പറയുമ്പോൾ പോളണ്ടിലെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ കൂടെ നമ്മൾ പറയണം. ഒരു വിസ നിങ്ങൾ അപ്ലൈ ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാലോ. അതൊരു 6 months 10 months ഒക്കെ നമ്മൾ വിസ ഇല്ലാണ്ടിരിക്കേണ്ട പല കാര്യം വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും സ്ക്വാഡിൽ എപ്പോഴും പകുതി പേരോളം പുറത്തു പോകാൻ പറ്റത്തില്ല. പുറത്തു പോയാൽ പിന്നെ തിരിച്ചു വരില്ല. ഓക്കെ, അത്രയും പാഷനായിട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ യൂറോപ്പിൽ നിന്ന് ടീം ഇവിടെ വന്നിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ട്. ഇപ്പൊ കളിക്കുന്ന ആൾക്ക് പിള്ളേരും സ്റ്റുഡൻസും യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണോ അതോ പുറത്തുനിന്ന്? ഇപ്പൊ അല്ല, ഇപ്പം വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതായത് ഒരു 2-3 പേര് 3-4 പേരേ ഉള്ളൂ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. നമ്മളെപ്പോഴും ഒരു കാര്യം കൂടെ നമ്മൾ ടീമിൽ ചെയ്യാറുണ്ട്. നമ്മൾ ഇൻ കേസ് നമുക്ക് എപ്പോഴും ടീം എപ്പോഴും സസ്റ്റൈനബിൾ ആയിരിക്കണം. അതിൽ നമ്മൾ വളരെ ഫോക്കസ് ചെയ്യാറുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരാൾക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ടീമൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. പക്ഷേ നമ്മളെപ്പോഴും നോക്കിയിരുന്നത് എങ്ങനെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം അടുത്ത വർഷം നമ്മളെ ഡിപ്പെൻഡ് ആയിപ്പോവും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു ക്ലബ്ബ് എപ്പോഴും റൺ ചെയ്യണം, അടുത്ത ആൾക്കാരെ ടേക്ക് ഓവർ ചെയ്ത് റൺ ചെയ്യണം. ആ ഒരു എയിമിൽ നോക്കിയത് കൊണ്ട് എപ്പോഴും എന്താ പറയുക, ഒരു നമുക്ക് തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ ആ പ്ലെയേഴ്സിന് വളരെ കോസ്റ്റ്ലിയാണ് പോളണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ. സ്റ്റിച്ച് ബോൾ ടൂർണമെന്റ്സും എല്ലാം വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇത് ടീമിൽ നിന്ന് തന്നെ ഇൻകം ജനറേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു തരത്തിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് പ്ലെയേഴ്സ് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ചില സമയത്ത് നമുക്ക് ചില സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടും ചില സമയത്ത്, പക്ഷെ അത് എല്ലാ സീസണും കിട്ടില്ല. അതും മിനിമലാണ്. കാര്യം ഇവിടുന്ന് റിട്ടേൺസ് ഒന്നും കിട്ടില്ല. ക്ലബിലേക്ക് സ്പോൺസർ ചെയ്യുന്നവർ അവർ ക്രിക്കറ്റിന്റെ പാഷൻ കാരണോ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും ഒരു സ്റ്റുഡൻറ്റിനെ എപ്പോഴും ഫീസ് കൊടുക്കാതെ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ കളിപ്പിക്കാറുണ്ട്. അതായത് ഒരാളെ എപ്പോഴും നമ്മുടെ അത് ക്ലബിന്റെ സൈഡിൽ നിന്നുള്ളൊരു പ്രോമിസ് പോലെ എപ്പോഴും എല്ലാ വർഷവും 1 അല്ല 2 വരെ ക്ലബ്ബ് അങ്ങനെ ഫീസ് വേണ്ട, ബാക്കി എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അങ്ങനെയാണ് നമ്മളത് സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പോളണ്ട് നമ്മൾ മുന്നേ സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഒളിമ്പിക്സിലൊക്കെ ക്രിക്കറ്റ് വരാൻ പോവാണ്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോളണ്ട് എന്നാലും അത്ര അവര് പുതിയൊരു സ്പോർട്ടിനൊന്നും അത്ര വെൽക്കമിങ് അല്ല. കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ അടുത്ത് എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ കുറച്ച് ഫ്രണ്ട്സ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇത് അവർക്ക് പോളിഷ് അല്ലേ ഇന്ത്യക്കാര്, അവർ ഇതെന്താണ് കളി, ഇത് ബേസ്ബോൾ ആണോ അതോ ക്രിക്കറ്റ് ആണോ? അവരെപ്പോഴും ബേസ്ബോൾ ആയിട്ട് കണക്ട് ചെയ്യണേ. അവർക്ക് ക്രിക്കറ്റ് എന്നൊരു സ്റ്റാൻഡേർഡ് സ്പോർട്ട് ഉണ്ട് തന്നെ അവർ അത്ര പലർക്കും അറിയില്ല. അതെ, പോളണ്ടില് പണ്ടൊരു കളിയോ ഇപ്പോഴും ഉണ്ടത്, അതിന്റെ പേര് പലാണ്ട് എന്നാണ് അതിന്റെ പേര്. അത് ഇതേപോലെ നമ്മുടെ നാട്ടിൽ കുട്ടിയും കൊല്ലും എന്നൊക്കെ പറയുന്നത്, അതുപോലെ ബോളും ബാറ്റും, പക്ഷെ ഇതേപോലെ അല്ല, ക്രിക്കറ്റ് പോലെ അല്ല, വേറൊരു തരത്തിൽ കളിക്കുന്നുണ്ട്. ചിലര് ഇത് കണ്ടിട്ട് ഇതാണോ നമ്മളോട് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അപ്പോൾ സത്യമാണ് ഇവിടെ ഇതുകൊണ്ട് തന്നെയാണ് ഒരു ഡിഫിക്കൽട്ട് ഉള്ളത്. നമ്മൾ പോളണ്ടിലെ നമ്മളിപ്പോൾ ഒരു ടീം എടുത്താൽ ഈ ഇവിടുത്തെ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഒരു 11 മെമ്പർ ടീം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ സ്ട്രോങ് ടീമാണ്. യൂറോപ്പിലെ ഏതൊരു രാജ്യത്തിനെയും ചലഞ്ച് ചെയ്യാൻ പാകത്തിനുള്ള, അതായത് UK നെതർലാൻഡ്സിനെ മാറ്റി നിർത്തണം. ബാക്കിയുള്ള ടീമുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ പല ടീമിനേക്കാളും ബെറ്റർ ആയിട്ട് കളിക്കുന്ന ടീമുമാണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ICC ഉണ്ട് യൂറോപ്പിൽ, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അഫിലിയേറ്റഡ് ആണ്, സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പോളണ്ട് ആണ് എനിക്ക് വേറെ യൂറോപ്യൻ രാജ്യം ഉണ്ടോന്ന് പോലും എനിക്ക് സംശയമാണ് ക്രിക്കറ്റ് അപ്രൂവ് ചെയ്യാത്തത്, അതെ, അഫിലിയേഷൻ ഇല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നിന്നൊരു ക്രിക്കറ്റ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ബാക്കിയുള്ള രാജ്യത്ത് അതിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ട്രെയിനിങ് സെറ്റപ്പ് ഉണ്ട്, പല സ്റ്റേഡിയംസ് ഉണ്ട്. പോളണ്ടിൽ പ്രോപ്പറായിട്ട് ഒറ്റ ഗ്രൗണ്ടേ ഉള്ളൂ ക്രിക്കറ്റ്. ഇത്രയും നാൾ കളിച്ചിട്ട് ഇപ്പോഴും ഒറ്റ ആക്റ്റീവ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഒരെണ്ണേ ഉള്ളൂ. അത് ക്രാക്കോലല്ലേ? അല്ല, വാർസോയിൽ ഇവിടെ അവിടെയാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ സിറ്റി രാജ്യത്ത് എവിടെയാണെങ്കിലും ഇവിടെ വന്ന് കളിക്കുക. ചില സമയത്ത് രാവിലെ, ചില സമ്മറിലൊക്കെ 6 മണിക്ക് കളി തുടങ്ങും രാവിലെ, വൈകിട്ട് 7 മണി വരെ കളിയായിരിക്കും. പല മാച്ചസ് ആയിട്ട് ഒരു ഗ്രൗണ്ടേ ഉള്ളൂ, അത് യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ചലഞ്ചസ് ഇനിയും ഗ്രോ ചെയ്യാനുള്ള, പക്ഷേ എന്നിട്ടും പോളണ്ട് ഒരു വലിയ ടീമായിട്ട് നിൽക്കാൻ കാര്യം ആൾക്കാരുടെ കമ്മിറ്റ്മെന്റും പാഷനുമാണ്. നമ്മൾ അടുപ്പിച്ച് എത്ര കളികൾ കളിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിയാം. അതായത് ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2 കളി കളിക്കേണ്ട, അങ്ങനെ അതല്ല ഞാൻ പറഞ്ഞ ആ ഒരു കണ്ടീഷനും കൂടെ ആലോചിക്കുന്നത്. രാവിലെ 6 മണി, പിന്നെ വൈകിട്ട്
പിറ്റേ ദിവസം ഇപ്പം വളരെ ടഫായിട്ടും ഉള്ള സിറ്റുവേഷനിലും ആൾക്കാർ കളിക്കുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ ICCയുടെ ഒരു എന്താണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താ അവരുടെ ഒരു അഫിലിയേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. എന്നിട്ടും നന്നായിട്ടാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ അവിടെ നിന്നൊരു സപ്പോർട്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം മാറും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ പോളണ്ട് ആസ് എ കൺട്രി അവർ പ്രിഫർ ചെയ്യുന്നത് ഒളിമ്പിക്സിലോ എന്ത് വന്നാലും ശരി, ഇത് കമ്പയർ ചെയ്താലും അറിയാം, യൂറോപ്യൻ യൂണിയനിൽ അവരെ സംസാരിക്കുന്നത് കണ്ടാലും അറിയാം, പോളിഷുകാർ അതായത് ഇവിടുത്തെ നാട്ടുകാരെ ആണ് അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ റീസെൻ്റ്ലി ഒരു കാര്യം ചെയ്തു, നമ്മളൊരു 8 സ്റ്റേബിളായിട്ട് നമ്മൾ കളിക്കുന്ന പണ്ട് തൊട്ട് കളിക്കുന്ന ടീമുകൾ, 6 ടീമുകൾ നമ്മൾ ചേർന്നിട്ട് ഒരു പോളിഷ് ക്രിക്കറ്റ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതിനുള്ള പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കഴിഞ്ഞ വർഷം അത് ഒഫീഷ്യലി രജിസ്റ്റേർഡ് ആയി പോളണ്ടിൽ. പക്ഷെ ഇതും ഒഫീഷ്യലി ICC അപ്രൂവ് ചെയ്തതല്ല, നമ്മളിവിടെ ഒരു ഫെഡറേഷനായി. ഇനി നമ്മുടെ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇതൊരു മിനിസ്ട്രി ലെവലിൽ ഇതിനെ അപ്രൂവ് ചെയ്യുക. പോളണ്ട് പറയണം, ഇതാണ് ഇവിടുത്തെ ക്രിക്കറ്റ് ഫെഡറേഷൻ, ഒരെണ്ണം ഉള്ളൂ, ഇതാണ് നമ്മുടെ എന്ന് പറയണം. ഒന്ന് തന്നെ ഉള്ളൂ. പക്ഷെ അത് അപ്രൂവ് ചെയ്യാനായിട്ട് 2 വർഷത്തെ കാലതാമസമുണ്ട്. 1 വർഷമായി. പിന്നെ അതിന്റെ കുറച്ച് പേപ്പർ വർക്ക് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് സ്ട്രേറ്റ് ഫോർവേഡ് അല്ല ബാക്കിയുള്ളടത്ത് പോലെ. ഒരു പക്ഷേ ഈ ഒളിമ്പിക്സ് ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷേ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ത്യൻ എംബസി നമ്മളെ ഡൊമസ്റ്റിക് സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ എന്തെങ്കിലും സപ്പോർട്ട് ഫൈനാൻഷ്യലി ഓർ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പോർട്ട് എന്ന് പറഞ്ഞോ അല്ലെ ഇന്ത്യൻ എംബസി അങ്ങനെ നമുക്ക് പറ്റില്ല. ക്രിക്കറ്റ് നല്ല അഡീഷണൽ ആയിട്ട് ഇപ്പോൾ സ്പോർട്ട് ആൻഡ് റിക്രിയേഷണൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടോ, അതായത് സിറ്റിസൺസിന്? എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആണെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ലാതെ ഒരു പ്രൊമോഷനായിട്ടോ അങ്ങനെ ഒരു സപ്പോർട്ടായിട്ടോ വന്നിട്ടില്ല. പക്ഷെ ഉള്ളത് പറയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ കളിക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. പിന്നീടുള്ളത് പാകിസ്ഥാനിൽ നിന്ന് വരും, ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഉണ്ട്, ശ്രീലങ്കയിൽ നിന്നുണ്ട്, പിന്നെ മറ്റ് കൺട്രീസിൽ നിന്നും ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പക്ഷെ അങ്ങനെ കുറെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിലൊന്നാണ് ക്രിക്കറ്റ്. അത്രേ ഉള്ളൂ. അതിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. അല്ലെ ഇന്ത്യക്കാർക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പൊ ക്രിക്കറ്റ് ഫാൻസുമാര് ചേട്ടനോട് അതിലൊരു സെഗ്വായിട്ട് ചോദിക്കുന്നത്, ചേട്ടൻ ഓൾസോ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഫാൻ അഡ്വൈസറി ബോർഡിലുള്ള ഒരാളല്ലേ? അതായത് അപ്പോൾ IPL നമുക്ക് ഭയങ്കര ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യണ ഒരു ഇന്ത്യയിലുള്ള ഒരു സമയമാണ് IPLന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ISLന് പക്ഷെ അത്ര വെൽക്കം ഒന്നും തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ അത് എന്താ കാരണം എന്ന് അറിയാതെ അവർക്ക് ആ സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചേട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ അഡ്വൈസറി ബോർഡ് ഫാബ്, അതിനെപ്പറ്റി എന്താ ചേട്ടൻ അതിൽ 1 ഓഫ് ദ മെമ്പർ അല്ലേ? അതെ. അപ്പൊ അതും ഫൗണ്ടിങ് ഫസ്റ്റത്തെ ഇതിലല്ലേ? ഫൗണ്ടിങ് ആണ്. പക്ഷെ അതൊക്കെ ഇതൊരു ഇന്റർവ്യൂ പ്രോസസ്സിൽ കൂടെ പോയിട്ട് എനിക്ക് സെലക്ട് ചെയ്തതാണ്. അല്ലാണ്ട് ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഫാബ് കൊടുക്കണം പറഞ്ഞാൽ അത് ക്ലബ്ബ് ചെയ്തതാണ്. അതിൽ 14 മെമ്പറിൽ ഒരാളാണ് ഞാൻ. അത് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ. അപ്പോൾ പ്രോസസ്സ് വളരെ ട്രാൻസ്പാരന്റ് വളരെ ന്യൂട്രൽ ആയിരുന്നു. കാര്യം ക്ലബിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഒന്നും അല്ല നമ്മൾ ഇന്റർവ്യൂ ചെയ്തു. വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തു. അങ്ങനെ 3000-ഓളം ആപ്ലിക്കേഷൻ എടുത്തവരാണ്. ഇത് ഓൾ ഓവർ ദ വേൾഡിൽ നിന്ന് അങ്ങനെയാണോ അതോ? അങ്ങനെയാണ്. അതായത് കേരളത്തിൽ നിന്നായിരിക്കണം കൂടുതൽ ആപ്ലിക്കേഷൻ വന്നത്. പക്ഷെ അവരുടെ പ്ലാൻ അനുസരിച്ച് കുറെ പേര് കേരളത്തിൽ നിന്നും കുറച്ച് പേര് ഗ്ലോബലായിട്ടൊന്നും ഉള്ള ആൾക്കാരെ എടുക്കുക. അങ്ങനെ ഒരു ലിമിറ്റ് അവര് വെച്ചിട്ടുണ്ട്. ഒരു 12 പേരാ പറഞ്ഞത്. പക്ഷെ അവസാനം ഒരു ലിസ്റ്റ് വന്നപ്പോൾ 14 പേരുണ്ട്. വെരി ഗ്രേറ്റ്. ഈ 14 പേരും നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാളുടെ പ്രൊഫഷനായിട്ട് സെയിം പ്രൊഫഷനുള്ള ഒരാൾ പോലും ഇല്ല. എല്ലാം വ്യത്യസ്തമാണ്, ഭയങ്കര ഡൈവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ 14 ഒപ്പീനിയൻ വരുന്നുണ്ട് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും. പക്ഷെ നമുക്ക് അതൊക്കെ അകത്താണ് നമ്മൾ. പക്ഷെ അത് നല്ലതാണ്. കാര്യം 14 നമ്മൾ കാണാത്ത പല കാര്യങ്ങളും എല്ലാ മേഖലയിലും വരുന്നുണ്ട്. ഇപ്പം മീഡിയ സൈഡിൽ നിന്നുണ്ട്, ഫാൻസ് വളരെ എന്താ പറയുക, ഇപ്പം ഒരു ഡാറ്റ സൈഡിൽ നിന്നുണ്ട്, കണ്ടന്റ് ക്രിയേഷൻ സൈഡിൽ നിന്നുണ്ട്, സോഷ്യൽ മീഡിയ സൈഡിൽ നിന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ വേറെ സൈഡ് പ്രോഡക്റ്റ് സൈഡാണ്, അല്ലാണ്ട് വേറെ PR സൈഡിൽ നിന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നുള്ള ഇൻപുട്സ് ഉണ്ട്, വളരെ സ്ട്രാറ്റജിക്കായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിന്ന് നമുക്ക് നല്ലൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു വിജയമാണ്. കാര്യം ഇത്രയും ഒപ്പീനിയൻ വരുന്നുണ്ട്, അത് ഡിഫിക്കൽട്ടാണ് കമ്പൈൻ ചെയ്യുക. പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഇനീഷ്യൽ സ്റ്റേജാണ്, 1 മാസമായാലും തുടങ്ങിയിട്ട്. പക്ഷെ നമ്മളത് വളരെ സ്ട്രക്ചേർഡ് ആക്കി, അത് എന്തൊക്കെ വന്നാലും ഫസ്റ്റ് നമ്മൾ സ്ട്രക്ചർ ആക്കിയിട്ട് ഓപ്പറേഷൻസ് കൂടുതൽ ചെയ്യുക എന്നുള്ള ഒരു സ്ട്രോങ് പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ആക്ടിവിറ്റി കണ്ടില്ലെങ്കിൽ അതാണ് കാരണം. നമ്മൾ
ഇപ്പോഴത്തെ ഫുൾ ഫോക്കസ് നമുക്ക് ക്ലിയർ ആയിട്ട് എന്താണ് ക്ലിയർ ആണ്, നമ്മുടെ വിഷൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ക്ലിയർ ആണ്. പക്ഷെ അത് കുറേ കൂടെ നമ്മൾ നമ്മുടെ കുറേ വർക്കിംഗ് ഫ്രെയിം വർക്കൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇത് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ വരുന്ന ഒരു ചലഞ്ചാണ്. ഇപ്പൊ ഞാനത് കണ്ട് നൈസായിട്ടൊരു സംഭവം, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ മീറ്റിംഗ് മിനിറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കര ട്രാൻസ്പാരന്റും ആണ് ഇതിന്റെ രീതികള്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഫാബ് കൊണ്ട് ചെയ്യേണ്ടത്, ഇതിനകത്ത് ഒരു പരിധി വരെ നേരത്തെ പറഞ്ഞ ഫാൻസിന്റെ അളവ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ISL ആണെങ്കിലോ കേരള ബ്ലാസ്റ്റർ ആണെങ്കിലോ കുറേയൊക്കെ പെർഫോമൻസ് റിലേറ്റഡ് ആണ്. ഞാനത് ഒരു ചേട്ടനെ ഇതാക്കില്ല, ഇന്റർഫിയർ ചെയ്യണില്ല. ഇപ്പോൾ ഫസ്റ്റത്തെ 2 സീസൺ ഓഫ് ISL ഉണ്ടല്ലോ, ഇപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര ഉറ്റുനോക്കി നമ്മൾ മലപ്പുറത്തുനിന്ന് എറണാകുളം വരെ പോയി കളി കണ്ട് രാത്രി തിരിച്ച് ബസ്സിലൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. ആ ഒരു ഫാൻ ബേസ് ഉണ്ടാവാം, നമ്മുടെ മഞ്ഞപ്പട എന്ന് പറഞ്ഞ ഫാൻ ബേസ് ഇപ്പൊ ചേട്ടൻ തന്നെ ഇവിടെ ഹോസ്റ്റ് ചെയ്തിട്ടൊക്കെ അല്ലേ അതിനെ പറ്റിയിട്ടുള്ള. അപ്പോൾ അത് എന്തായിരുന്നു അത് ഫെയ്ഡ് ആവണോണ്ടാണോ അതിങ്ങനെ ഒരു ഫാൻ അഡ്വൈസറി ബോർഡ് തുടങ്ങാനുള്ളൊരു കാരണം? അല്ല ഇത് ഇതായിട്ടുള്ളതാണ്. അതായത് അതൊരു കാരണമല്ല ഫാൻ അഡ്വൈസറി ബോർഡ് തുടങ്ങാൻ. ഇതിപ്പോ പല കാരണങ്ങൾ ചേർത്ത് നോക്കേണ്ടി വരും. ഒന്ന് പെർഫോമൻസ് ഇഷ്യൂ ആണ് ക്ലബിന്റെ. ഇത് ഒരു പക്ഷേ ഇത് തുടങ്ങാനായിട്ട് അതിലേക്ക് എത്തിച്ചതും ഒരു പക്ഷേ അതാണ് ഈ പല കുറേ കാര്യങ്ങൾക്ക് വഴിയൊരുക്കിയത്. പക്ഷേ എന്തിനാണ് ഫാൻ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത്? ഇപ്പം ക്ലബ്ബായിട്ട് നോക്കും, ഒരു വലിയൊരു ക്ലബ്ബ് അല്ലെ, സോഷ്യൽ മീഡിയ ഒത്തിരി പേര് ഫോളോ ചെയ്യുന്ന മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ക്ലബ്ബാണ്. ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫോളോഡ് ബിഗസ്റ്റ് ആണ്. അപ്പോൾ ഒരുപാട് കമന്റ്സ്, ഇവർ സോഷ്യൽ മീഡിയ കമന്റ് നോക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഓക്കെ ഇങ്ങനെ ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നതിലൊന്നും റെസ്പോണ്ട് ഒന്നും ചെയ്യില്ല. ഓക്കെ പറഞ്ഞോട്ടെ, സാറില്ല, നമ്മൾ ആക്ഷനിലൂടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷെ അങ്ങനെ നോക്കി വരുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ അതാണ് ഒരു സൈഡ്. അവർക്ക് അങ്ങനെ ഒരു ഫാൻസിനോട് ഇപ്പം നേരിട്ട് കമ്മ്യൂണിക്കേറ്റ്, അതെ, അവർക്ക് എന്തിനെ പറ്റിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാര്യം 100,000 കമന്റുകളുടെ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏതാണ് പറയേണ്ടതെന്ന് അറിയില്ല. ഫാൻസിന്റെ തന്നെ ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ പലതരത്തിലെ ഇന്റർവ്യൂസ് നടത്തിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലബിനോട് പറയും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, 5 കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പ്രശ്നം, നിങ്ങൾക്ക് അത് വേണം, സ്റ്റേഡിയത്തിൽ ഇതില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വേണം, നിങ്ങൾ മര്യാദയ്ക്ക് കളിക്കുന്നില്ല, നിങ്ങൾ പ്ലെയറിനെ സൈൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അവരോട് പറയാനുള്ള അതാണ് ഒരു ഇൻപുട്ടാണ് ക്ലബിലേക്ക്. ഇത് നേരെ തിരിച്ചുകൊണ്ട് ഇപ്പോൾ ക്ലബ്ബ് നേരത്തെ അതാണ് അവർ റീസെൻ്റ്ലി അവർ പറയാനും കൂടെ കാര്യം. ഒരു പക്ഷേ അത് ആ മീറ്റിങ്ങിൻ്റെ വീഡിയോ നമ്മൾ കൂടുതലും അടുത്ത പാർട്ടുകളൊക്കെ ഉടനെ ചെയ്യുന്നുണ്ട്, അത് ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിനകത്തും കാണാം, അതായത് ക്ലബ്ബ് പറയുന്ന ചില കാര്യങ്ങൾ ഫാനിലേക്ക് മുഴുവനായിട്ട് എത്തുന്നില്ല എന്നാണ് അവരുടെ ഒരു ഫൈൻഡിങ്. അവർ ഒരു 10 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഒരു കാര്യം ചെല്ലും, അപ്പോൾ ബാക്കി 9 കാര്യങ്ങൾ ചെല്ലുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടാലിറ്റി ഇല്ലാണ്ട് പോകുന്നു അവർ പറയുന്നതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് മിസ്കമ്മ്യൂണിക്കേഷൻസ് വരാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയും ഒഴിവാക്കണം എന്നുള്ള കൺസെപ്റ്റോട് കൂടിയാണ് ന്യൂട്രലായിട്ട് ഇങ്ങനെ ഒരു സെലക്ട് ചെയ്ത് കൈൻഡ് ഓഫ് ലൈക്ക് റെപ്രസെന്റേറ്റീവ്, റൈറ്റ്? അതായത് ഫാൻസിന്റെ കാര്യങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യണൊക്കെ പോലെ അതല്ല ഉദ്ദേശിച്ചത്. മെയിൻ പർപ്പസ് ഓഫ് ദിസ് ഫാൻ അഡ്വൈസറി ബോർഡ് 2 ഫാൻസും ക്ലബും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മാക്സിമം ട്രാൻസ്പാരന്റ് ആക്കുക, സ്മൂത്ത് ആക്കുക, ഇതാണ് ലക്ഷ്യം. അപ്പോൾ ഫാൻസിന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, ഇപ്പൊ നടന്നത് ക്ലബ്ബുമായിട്ടുള്ള മീറ്റിംഗ്സ് ആണ്. അപ്പോൾ ക്ലബിന്റെ സൈഡിൽ നിന്നുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും, നമ്മൾ ചോദിച്ച കാര്യങ്ങളും എല്ലാം, ഇതൊക്കെ ഫാൻ നമ്മൾ ഒരാളായിട്ടല്ല ചോദിക്കുക. എനിക്കൊരു ചോദ്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കില്ല, പക്ഷെ ഇത് ഫാൻസിന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് മാത്രം വളരെ കെയർഫുൾ ആയിട്ട് എടുത്തിട്ടാണ്. അതാണ് നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ ചാനലിൽ കൂടെ കളക്ട് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മീറ്റിംഗിൽ ചെയ്ത് നമുക്ക് ടൈമൊന്നും ഉണ്ടായില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത മീറ്റിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഉള്ള മീഡിയാസിനൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. പക്ഷെ ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും ഏറ്റവും നല്ല വിധത്തിൽ ഫാൻസിനെ ഇങ്ങോട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അങ്ങോട്ടും കൊടുക്കുക. അതേപോലെ അപ്പോൾ അങ്ങോട്ട് കൊടുക്കാനായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയാസ് ആണ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് നമുക്ക് ബെസ്റ്റ് 4-5 ആ സോഷ്യൽ മീഡിയയിൽ നമുക്കൊക്കെ ഹാൻഡിൽസ് ഉണ്ട്. നമ്മൾ അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാത്തിലും. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുന്ന ഇൻപുട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. നമുക്കും അതിനുള്ള വർക്ക് ഫോഴ്സ് ഇല്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു വെബ് ഫോം ഉണ്ട് വെബ്സൈറ്റിൽ, കേരള ബ്ലാസ്റ്ററിന്റെ ഫാൻ അഡ്വൈസറി ബോർഡിന്റെ താഴെ. അപ്പോൾ അതിൽ നമ്മൾ ആ ഒന്ന് ഡിസൈൻ ചെറുതായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് അതാണ് ഇപ്പോൾ ഇൻപുട്ട്. എല്ലാ ഫാൻസ് ഇപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു
ക്വസ്റ്റ്യൻസ് അത് ഭയങ്കരമായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്, അതിനകത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് ചെക്ക് ചെയ്യുന്നുണ്ട് പുറകിൽ. റെസ്പോൺസ് ഇപ്പോൾ വരാനുള്ള നമ്മളതും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യാം ഓരോരുത്തരെയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് തിരിച്ച് റിപ്ലൈ വന്നു കൊടുക്കും. നമുക്ക് വാലിഡ് ഫീഡ്ബാക്സ് അതിൽ നിന്ന് വരുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ഫാൻസ് അത് റിയലി അത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഉള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ കമൻറ്റും വായിച്ചിട്ട് നമുക്ക് അതിൽ നിന്നൊരു ഇൻപുട്ട് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിനും നമ്മളൊരു സ്ട്രക്ചർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ അതെടുക്കാം. നമ്മളൊരു ആവശ്യമുള്ള സമയത്ത് ഇപ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഫാൻസിന് നമുക്കൊരു സർവേ നടത്താനൊക്കെ ഉള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ടുള്ള ഇൻപുട്ട് ഏരിയ. പിന്നെ ഡയറക്റ്റും ഇത് മാത്രമല്ല, സോഷ്യൽ മീഡിയ മാത്രമല്ല, ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എൻഗേജ് ചെയ്യാന്നുള്ള ഒരു ഡിസ്കഷനും ഉണ്ട്. ഫാൻ പാർക്സ് ഒക്കെ അല്ല, അതൊക്കെ കൂടുതലും എൻഗേജ് ചെയ്യിക്കാൻ പറ്റില്ല. പക്ഷെ ഫാൻസിന്റെ അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാനായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയത്തിൽ, അതായത് കളി കാണാൻ വരുന്നവരുടെ അടുത്ത് നമുക്ക് കേൾക്കണം. ഇപ്പൊ സ്റ്റേഡിയത്തിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഓക്കെ അവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ, അങ്ങനത്തെ ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്ലബിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ നമ്മൾ ശരിക്കും ഫോളോ അപ്പ് ചെയ്യും. ഈ എന്തൊക്കെയാണ് നമുക്ക് ആക്ഷൻസ് നമുക്ക് ക്ലബിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്, അതൊന്നും വെറുതെ പറഞ്ഞു പോകാനുള്ളതല്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അടുത്ത ജോലിയായിട്ട് വരിക. അതായത് എന്തൊക്കെ പറഞ്ഞു, ഓക്കെ നമ്മൾ ഫസ്റ്റ് മീറ്റിങ്ങിൽ പറഞ്ഞു, ഓക്കെ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ക്ലബിൻ്റെ എഫിഷ്യൻസിക്ക് പ്രശ്നമുണ്ട്. അവർ സമ്മതിച്ചു, അവർ പറഞ്ഞു ഓക്കെ ശരിയാണ്, നമുക്ക് പ്രശ്നമുണ്ട്, 4-5 ഏരിയയിൽ പ്രശ്നമുണ്ട്, നമ്മളത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു തുടക്കമല്ലേ, അല്ലേ, നല്ലൊരു തുടക്കമല്ലേ. അതെ, ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ഇത് നമ്മൾ അക്കൗണ്ടബിൾ ആണ്. ഇപ്പം നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് ഫാൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്, നമ്മൾ തന്നെ ആയിരിക്കും പറയുക ഓക്കെ നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് എന്തായി, ഇത് ഫിക്സ് ചെയ്തോ, അത് ഫിക്സ് ചെയ്തല്ലോ, നമ്മളാളെ ഇതിന് സൈൻ ചെയ്തല്ലോ, ഇന്ന അത് ചെയ്തല്ലോ, ഇന്ന ആൾക്കാരെ മാറ്റി അത് ചെയ്തു, ഇത് ചെയ്തു, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്തു എന്നവർ പറയും. അപ്പോൾ നമ്മൾ അവരെ അക്കൗണ്ടബിൾ ആക്കുകയാണ്. ഇത് മാത്രമല്ലാതെ അല്ലാതെ ഫീഡ്ബാക്സ് ആണ് ഈ ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ അപ്പോൾ സ്റ്റേഡിയത്തിലും നമ്മൾ എന്തെങ്കിലും പോസ്റ്ററോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കളികൾ വരുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ട്. പക്ഷേ ഡയറക്റ്റും എൻഗേജ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്യാമ്പയിൻസും നമ്മുടെ കീഴിൽ വർക്ക് ഫോഴ്സ് അവൈലബിൾ ആണെങ്കിൽ എന്തായാലും ചെയ്യും. അതായത് ഇപ്പം എന്താ ഫാൻ മീറ്റിങ്സോ അല്ലേ, ഇത് ഫാൻ ഗ്രൂപ്പ്സ് ഉണ്ട്, മീറ്റിംഗ് അല്ലാണ്ട് ഫാൻസ് ഉണ്ട്, വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് കൺട്രോളബിൾ എൻവയോൺമെൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനും ഒരു പോസിബിലിറ്റി നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ മോസ്റ്റ്ലി ഇതിൽ ഇത്രയും ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് റീച്ച് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചേട്ടൻ ഇവിടുത്തെ ക്ലബ്ബ് സസ്റ്റൈനബിൾ ആവണം എന്ന് പറഞ്ഞില്ലേ PWCC. അപ്പോൾ ഇപ്പൊ എന്താ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ? ഇത് ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് സസ്റ്റൈനബിൾ ആണ് കാരണം നമ്മളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തന്നെ അത് ഫോളോ ചെയ്യുന്നു. ഞാനൊക്കെ അത്രയും പാഷനേറ്റ് ആയിട്ട് കണ്ടിരുന്ന ഒരു സാധനം അൺഫോളോ ചെയ്യാൻ തുടങ്ങി. നമ്മളത് ഇല്ല, നമ്മള് കളിയൊന്നും ശ്രദ്ധിക്കുന്നില്ല, കാരണം അത്ര പണ്ടത്തെ അതെ ഇൻട്രസ്റ്റിംഗ് അല്ല നമുക്ക്. ഇപ്പൊ ഞാനത് സസ്റ്റൈനബിൾ ആണോ നോക്കിയാൽ അതിനൊരു ഫോളോ അപ്പും കൂടി ഉണ്ട്. ഇപ്പൊ ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫാൻ ഫോളോയിങ് ഉള്ള ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ വഴി തന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് കേട്ടു ഒരു നല്ല ഫാൻ ഫോളോയിങ് ഉള്ളൊരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്, ഇറ്റ്സ് ലൈക്ക് റിയൽ എസ്റ്റേറ്റ് എന്ന്. അത് വളരെ രീതിയിൽ തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം, അതിന് ഇൻകം ജനറേറ്റ് ചെയ്യാം. അതിൽ പല രീതി, കാരണം അത്രയും ഫോളോവേഴ്സ് ഉണ്ട് നമുക്ക്. സസ്റ്റൈനബിൾ ആണോ? നല്ല ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഇത് ആ അടുത്ത നമ്മൾ ആ ഫസ്റ്റ് ഫാബ് മീറ്റിങ്ങിൻ്റെ അടുത്ത 2 പാർട്ട് വീഡിയോ വരുന്നതേ ഉള്ളൂ, അത് അപ്ലോഡ് ആവും. അപ്പോൾ അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇത് CEO പറഞ്ഞാണ്. നമ്മൾ CEO പറഞ്ഞത് അസ്യൂം ചെയ്താൽ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലബ്ബ് ലോസിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആക്സ് പെർ ടാക്സോ ITO അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, നമ്മളത് ചെക്ക് ചെയ്യുന്നില്ല, അതല്ല ഇപ്പോൾ ആർക്കെങ്കിലും RTA കൊടുക്കണമെങ്കിലോ അത് വേണം ചെക്ക് ചെയ്യാം. ഫൈനാൻഷ്യലി ക്ലബിന് എവറി ഇയർ ലോസസ് ആണ്. അത് എല്ലാ ISL ക്ലബ്ബെന്നും പറഞ്ഞു. ഓക്കെ, എന്നിട്ട് കമ്പാരിറ്റീവ്ലി പറഞ്ഞ ഇതാണ്, എല്ലാ ക്ലബിനും ലോസസ് ആണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് ലോസ് ഉള്ളത് നമുക്കാണ്, ബാക്കിയുള്ള പല ക്ലബ്ബുകൾക്കും കൂടുതലാണ്. അതുകൊണ്ടാണ് പല ക്ലബ്ബുകളും ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഹൈദരാബാദൊക്കെ കേട്ടറിയാലോ കുറേ പ്രശ്നങ്ങളിലായി. നേരത്തെ വേറെ ക്ലബ്ബുകൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇപ്പം മുഹമ്മദ് അൻസിന് വേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ക്ലബ്ബ് താരതമ്യേന കുറവ്, അത് ഈ ഫാൻ ബേസ് കൊണ്ടും ഈ സപ്പോർട്ട്, ഈ ഡിജിറ്റൽ മീഡിയ പ്രസൻസും സ്പോൺസർഷിപ്പും കൊണ്ടാണ് ഒരു പരിധി വരെ ഇത് പോകുന്നത്. പക്ഷേ ഇപ്പോഴും പറഞ്ഞത് നഷ്ടത്തിലാണ് എന്നാണ് ഫാക്ട്. അപ്പോൾ അങ്ങനെ നഷ്ടത്തിൽ എല്ലാ വർഷവും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യാണ്. കാര്യം നമ്മൾ രണ്ടുപേരും ട്രസ്റ്റ് ചെയ്യണം, ഫാൻസിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു, ക്ലബിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യണം. ഇപ്പം അങ്ങനെ അല്ല എന്നൊരു പ്രൂഫ് ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഡെഫിനറ്റ്ലി അത് എന്തിനാ അങ്ങനെ പറഞ്ഞത് നമ്മൾ ചോദിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് എല്ലാ വർഷവും ഇത്ര കോടികൾ നഷ്ടം വരുന്നു. ഒരു കളി നടന്നാൽ തന്നെ 35,000 പേര് വന്ന് കണ്ടാലും നഷ്ടമാണ് എന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നോക്കിയോ, ഇപ്പം എനിക്ക്
ഇത് എൻ്റെ ഒരു പാഷനാണ് കേരള ബ്ലാസ്റ്റർ. ഈ ക്ലബ്ബ് എപ്പോഴും നിലനിൽക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഇതങ്ങനെ മൊത്തത്തിൽ കേരളത്തിലെല്ലാവരും വിചാരിക്കേണ്ടത് നിലനിൽക്കണം എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലാണ്. ഒരു പക്ഷേ കൊച്ചി സ്റ്റേഡിയം അതിൻ്റെ GCD അതിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം നഷ്ടത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇനിയും എത്രയോ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാലും ഈ നഷ്ടം ഇങ്ങനെ കൂടിക്കൂടി പോയി കഴിഞ്ഞിരുന്നാൽ അതൊരു സസ്റ്റൈനബിൾ അല്ല. ആ ഒരു ക്ലബ്ബ് പ്രശ്നത്തിലേക്ക് പോകുള്ളൂ. പിന്നീട് ഈ പറഞ്ഞ ഇതൊന്നും കാണില്ല. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കാണികളുടെ അളവും കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിൽ, ഞാൻ വളരെ ഫാക്റ്റ് ബേസ് ചെയ്താൽ പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഫോളോയിങ് കുറഞ്ഞു. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലബ്ബ് ഒരു പക്ഷേ അതൊരു പ്രോബ്ലമാണ് ആ ക്ലബിന്. ബാങ്ക്രപ്റ്റ് ആവാം അങ്ങനെ ആവല്ലേ. പക്ഷേ അതിൻ്റെ സസ്റ്റൈനബിലിറ്റിക്ക് വളരെ വലിയൊരു ചോദ്യമാണ്. പിന്നീട് അത്ര വലിയ ഇവരും പറഞ്ഞ് എഗെയിൻ ആ വീഡിയോ റെക്കോർഡിങ് വരുന്നത് എൻ്റെ വാക്കല്ല. ഇവർ എല്ലാ വർഷവും ഇത്ര പൈസ ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടാണ് അത് റൺ ചെയ്യുന്നത് ക്ലബ്ബ്. ഓക്കെ, അത് എന്ന് വെച്ചാൽ അത് പ്രോഫിറ്റായിട്ട് കിട്ടുന്നതല്ല, ഇത് റൺ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഒരു സൈഡ്. രണ്ട്, ഇതേപോലെ ഓണർഷിപ്പ് നോക്കാനായിട്ട് 1-2 പൊട്ടൻഷ്യൽ ഓണേഴ്സ് വന്നിരുന്നു. പക്ഷെ അവർ ഇവരുടെ എക്സ്പെൻസ് ചാർട്ടൊക്കെ കാണിച്ചു, വരവ് ചിലവൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ ബൈ പറഞ്ഞു പോയി എന്നാണ് കേട്ടത്, 2 പേര്. അതും ഫാബ് മീറ്റിങ്ങിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഒരു എക്സ്പെൻസ് കൂടുതലുള്ള ഒരു സിറ്റുവേഷനിലാണ് ക്ലബ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ ഞാനൊരു കാര്യം ചോട്ടെ, ഇപ്പോൾ അപ്പാർട്ട് ഫ്രം ദിസ് ഇപ്പോൾ മാനേജ്മെന്റ് ഇഷ്യൂ, ദിസ് ഫൈനാൻഷ്യൽ ആൻഡ് സ്റ്റഫ്, ഇപ്പോൾ ആസ് എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട്? കളി ബേസ് മാത്രം നോക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ ചാലഞ്ചസ്? കളി ഒബ്വിയസ്ലി അത് നല്ല റിസൾട്ട് അല്ല, നന്നായിട്ടല്ല കളിച്ചിരിക്കുന്നത്. അപ്പം ഒബ്വിയസ്ലി അതാണ് കാര്യം. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ട് ഞാനൊരു കോച്ചല്ല, നമ്മളാരും കോച്ചല്ല അല്ല. അപ്പോൾ എന്തുകൊണ്ട് അത് കളിച്ചില്ല, റിസൾട്ട് വന്നില്ല എന്ന് പറയേണ്ടത് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇതാണ് നമ്മൾ ക്ലിയർ ആയിട്ട് അവിടെ ചോദിച്ചതും. ഓക്കെ, ഇപ്പം ഫാൻസ് വരുന്നില്ല അല്ലെങ്കിൽ എന്താണ്, ഇപ്പം പെർഫോമൻസ് വരുന്നില്ല, എന്താണ് കാര്യം? അപ്പോൾ അവരത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നമ്മളൊരു ഇത്ര മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞ സീസൺ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തു കേട്ടോ, കുറച്ച് ഫാൻസ് പറയുന്ന അതേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ചിലർ ഫാൻസ് പറഞ്ഞിട്ടുണ്ട് പ്രീ സീസൺ ശരിക്കും നടത്തിയില്ല, അത് നടത്തിയില്ല. അപ്പോൾ അത് അവർ ക്ലിയർ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇല്ല, പ്രീ സീസൺ ഒരു പ്രശ്നമല്ല. സാധാരണ പ്രീ സീസൺ എന്ന് പറഞ്ഞാൽ ഒരു 21 തൊട്ട് 28 ദിവസം വരെയാണ് സാധാരണ ക്ലബ്സ് പ്രീ സീസൺ നടത്തുക. നമ്മൾ 28 ദിവസം നടത്തി. ഓക്കെ, അപ്പോൾ പ്രീ സീസൺ നടത്തി എന്നുള്ളതല്ല പ്രശ്നം. അപ്പോൾ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അതിനകത്തുള്ള മനസ്സിലായി, അതിനകത്തുള്ള ഓപ്പറേഷൻസിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്സ് ആവാം, പൊളിറ്റിക്സ് ആണോ അറിയില്ല, ഓപ്പറേഷനിൽ എഫിഷ്യന്റ് അല്ലായിരുന്നു, എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ ടാക്ടിക്കൽ മിസ്റ്റേക്കോ സ്ട്രാറ്റജിക് മിസ്റ്റേക്കോ, അത് ക്ലബ് അഡ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ആള്, ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട്, ഓക്കെ, ഇപ്പോൾ ഒരു നല്ല റിസൾട്ട് വന്നില്ല, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവനെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം, ക്ലബിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരിപ്പം നമ്മൾ നന്നായിട്ടാണ് കളിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു വേറെ കോൺവെർസേഷൻ ആയി പോയിന്. പക്ഷെ അങ്ങനെയല്ല അവർ പറഞ്ഞു, ഒന്ന്, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 2, നമ്മൾ പറഞ്ഞത് വിന്നിങ് മെന്റാലിറ്റിയുടെ കാര്യമാണ്. അവർ പറഞ്ഞു ശരിയാണ്, അറിയുന്നതിന് മുമ്പേ അവർ ഇങ്ങോട്ട് പറഞ്ഞു വിന്നിങ് മെന്റാലിറ്റി ടീമിൽ പലയിടത്ത് ഇല്ല എന്നാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൊണ്ടുവരാനായിട്ട് അവരൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, പ്രോജക്ട് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ ഡിപ്പാർട്ട്മെന്റ് എടുത്താലും അത് ടോപ്പ് ആവണം, മോട്ടിവേഷൻ. അതായത് ബാക്കി ക്ലബ്ബ് കമ്പയർ ചെയ്യുമ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ടോപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത 2 വർഷമാണ് അതിനകത്ത് പറഞ്ഞത്. ആ മീറ്റിലും വരും. ഓക്കെ, അത് അതിനകത്തുണ്ട്, നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തതിലുണ്ട്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഒരു കപ്പ് ഉറപ്പ്, സിൽവർ പ്രോമിസ് എന്ന് എപ്പോഴും ഇത് പറയാൻ പറ്റില്ല. നമ്മള് ഇതാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്. റെഫറി വന്ന് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്നാലും നമ്മൾ ബ്ലാസ്റ്റർ ഫാൻ തന്നെയാണ്. അല്ല, നമ്മളായിരുന്നു ഫൈനലിൽ തോറ്റപ്പോഴും 11ാമത് നമ്മൾ എത്രയോ താഴെ തോറ്റിട്ടുണ്ട്. എന്നിട്ട് നമ്മള് ബോട്ടം നമ്മൾ തിരിച്ചു വരുന്നു. നമ്മൾ അതാണ് കേരളയുടെ ലെഗസി സപ്പോർട്ടേഴ്സ്. അപ്പോൾ ആ ലോയൽറ്റി ഇപ്പോഴും ഉണ്ട്. എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോലത്തെ ഫാൻസ് വേറെ ക്ലബ്സിനുണ്ട്, അതായത് ഇന്ത്യ ഞാന് ഇതിന്റെ ഒരു ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഫുട്ബോൾ ലീഗ്സ് ഉണ്ട്, ലീഗ് ഉണ്ട്, പിന്നെ സന്തോഷ് ട്രോഫി പോലത്തെ ഒരു ടൂർണമെന്റ് ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ക്ലബ്സ് കളിക്കുന്നുണ്ട്, ക്ലബ്സ് നമ്മുടെ സ്റ്റേറ്റ് ഒക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് 2 സീസൺസ് ISL കൊണ്ടുവരാൻ പറ്റിയൊരു
ഒരു ഇമ്പാക്ട് ഉണ്ട് കേരളത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം. സച്ചിൻ വരുന്നു, നമ്മുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ, കേരള ബ്ലാസ്റ്റർ, ആ പേര് തന്നെ ഇപ്പോഴും അതല്ലേ. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ മലപ്പുറത്തു നിന്നൊക്കെ 7s ഉം 5s ഒക്കെ രാത്രിയൊക്കെ ഇരുന്ന് കാണുന്ന ആൾക്കാരാണ്. നമുക്ക് ഈ ഇങ്ങനെ ഒരു ISL പോലത്തെ ഒരു ഇതൊക്കെ വരുന്നെന്ന് പറയുമ്പോ തന്നെ എല്ലാവർക്കും ഓണായി നാട്. അത് അവര് സക്സസ്ഫുള്ളി മാർക്കറ്റ് ചെയ്തു ഫസ്റ്റ് 2 സീസൺ, ക്ലബ് ആണെങ്കിലും ടൂർണമെന്റ് ആണെങ്കിലും. പിന്നെയാണ് നമ്മള് ഇതിങ്ങനെ ഫെയ്ഡ് ആയി പോണത്. അത് ഒരിക്കലും ഫെയ്ഡ് ആവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നണേ ഇപ്പൊ ഈ സീസൺ ഇപ്പൊ ടൂർണമെന്റിന് സീസണിക്ക് ഒരു കൺവേർഷൻ വന്നില്ലേന്നോ, ആ ഒരു ത്രില്ലിംഗ് പോയിന്റ് മിസ്സായോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെ അത് ഇപ്പൊ ഷോർട്ട് ടേം ലോങ് ടേം എപ്പോഴും ആലോചിക്കണം നമ്മളെപ്പോഴും. ഞാൻ ആസ് എ ഫുട്ബോൾ ഫാൻ, ഓക്കെ, ഞാൻ എല്ലാ സ്പോർട്സും ഇഷ്ടപ്പെടുന്ന ആളാണ്, എല്ലാം കളിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇതൊക്കെ എപ്പോഴും ഒരു 2-3 മാസം കൊണ്ട് മാത്രം കണ്ട് തീർക്കാനുള്ള അല്ല നമ്മുടെ ഫുട്ബോൾ. അങ്ങനെയായിരുന്നു ആദ്യം അല്ലെ. പിന്നീട് അത് മാറി ഒരു വേൾഡ് ലീഗ്സ് ഒക്കെ നോക്കുക, അത് എല്ലാം അങ്ങനെയാണ് നടത്തുക. ഒരു അക്രോസ് ഇയർ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ കളി നടത്തുക. 2 ഗുണമാണ്. അതെ, നമുക്ക് എപ്പോഴും ഫുട്ബോൾ ഉണ്ട്. ഫുട്ബോൾ ഒരു കൾച്ചറായിട്ട് മാറും. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോഴും ക്രിക്കറ്റ് ആണ് ഫസ്റ്റ് അല്ലെ. ഒരു പക്ഷേ ഇതൊരു ചേഞ്ച് ആണ്, പതുക്കെ വരുള്ളൂ. റെവല്യൂഷനൊക്കെ പതുക്കെയാണ്. അപ്പോൾ ഫുട്ബോൾ ഒരു ചേഞ്ച് ആയിട്ട് വരുന്നു. അപ്പോൾ കൂടുതൽ ടൈം ഉള്ളതാണ്. പേഴ്സണലി ആസ് എ ഫാൻ എനിക്ക് താല്പര്യം. 2 ഒരു പ്ലെയറിന്റെ ലെവലിലും അല്ലെങ്കിൽ ഒരു ക്ലബിന്റെ ലെവലിലും നോക്കിക്കഴിഞ്ഞാൽ അല്ല, ഒരു ഫറ്റീഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു ഇഞ്ചുറി വന്നാലോ അല്ലെങ്കിൽ അതൊക്കെ കുറയും ഇങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വെക്കുമ്പോൾ. പിന്നെ കുറെ ക്ലബിന്റെ ഫിഫയുടെ കുറെ നിയമങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. കാര്യം ഇത്ര ടോപ്പ് ലീഗിൽ മിനിമം ഇത്ര ക്ലബ്ബ് കളിക്കണം എന്നൊക്കെ ഉള്ള കൗണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ക്ലബ് ആഡ് ചെയ്താണ് അതിങ്ങനെ നീണ്ടത്. ഓക്കെ, പക്ഷെ എനിക്ക് പേഴ്സണലി പറയാൻ പറ്റുള്ളൂ. പേഴ്സണലി നല്ലതാണ് ആസ് എ ഫാൻ. ബിക്കോസ് എന്താണ്, എപ്പോഴും ഉണ്ട്. നമുക്കൊരു സീസൺ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം ഫുൾ ഇല്ലെങ്കിലും എന്നാലും ഡുറൻ കപ്പ് തുടങ്ങി സൂപ്പർ കപ്പ് കഴിയുമ്പോഴേക്കും ഒരു 8 മാസത്തോളം ആയില്ലേ, 8 മാസത്തിൽ കൂടുതലായില്ലേ, 9 എത്രയോ എണ്ണി നോക്കണം. പക്ഷെ അത് എനിക്ക് ആസ് എ ഫുട്ബോൾ ഗ്രോത്തിന് വളരെ നല്ലതാണ്. ഇപ്പൊ പ്രീമിയർ ലീഗ് സീസൺ ഒക്കെ തുടങ്ങുമ്പോൾ നമുക്കും നമ്മളതിങ്ങനെ ഫോളോ കണ്ടിന്യൂ ചെയ്ത് പോകും. അതിന്റെ ഇടയ്ക്ക് പല ടൂർണമെന്റ്സ് വരും, നാഷണൽസ് ഡ്യൂട്ടി വരും. അതിങ്ങനെ നമുക്ക് ഹോപ്പ്ഫുള്ളി AFC-ലൊക്കെ നമുക്കും കളിക്കാൻ ഒക്കെ പറ്റട്ടെ. അതൊക്കെയാണ് അതെ, ഒരു ക്ലബ്ബ്, ഒരു വേൾഡ് ഒരു ക്ലബ്ബൊക്കെ ഇങ്ങോട്ട് വരിക. അടുത്ത ചോദ്യം അതല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയിപ്പോ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എന്താണ് വിഷൻ, നിങ്ങൾ എങ്ങനെ കാണുന്നത്? എനിക്ക് AFC ഇതിൽ കളിക്കണം വലിയ ആഗ്രഹമുണ്ട്. ഓഫ് കോഴ്സ് ആ സമയത്ത് കുറെ കപ്പ് വേണം നമുക്ക്. ഇപ്പൊ ഇരിക്കുന്ന പോലെ അല്ല, കുറെ കപ്പില്ലാത്ത ഒരു വളരെ കുറച്ച് ടീമുകളിലൊന്നാണ് നമ്മള്. അപ്പോ നമ്മുടെ അത്രയും പൊട്ടൻഷ്യൽ വെച്ചിട്ട്. അതെ, കറക്റ്റ്. പക്ഷെ AFC-ൽ നല്ലൊരു ലെവലിൽ റെപ്രസെന്റേറ്റ് ചെയ്യണം. നമുക്ക് ആ ഒരു വേൾഡ് ക്വാളിറ്റി കളിക്കുന്ന ഒരു കളി എനിക്ക് കാണണം. അതൊക്കെയാണ് എൻ്റെ ആസ് എ ബ്ലാസ്റ്റർ ഫാൻ 5-year ഗോൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത്. ഓക്കെ, എനിക്കിപ്പോ ഈ ഫാൻ അഡ്വൈസറി ബോർഡ് വേറെ ക്ലബുകൾക്കൊക്കെ ഉണ്ടോ നമ്മുടെ ISL-ല്? ഓക്കെ, ഇത്രയും ഓർഗനൈസ്ഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ തന്നെ കേരള ബ്ലാസ്റ്റർ തന്നെയാണ്. വേറൊരു ക്ലബിനും ഇല്ല. ബാംഗ്ലൂരിനുണ്ട്, ബാംഗ്ലൂർ അവർക്കുണ്ട്, നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ 2 തരത്തിൽ അത് അല്ല, നമ്മുടെ കണ്ടു അവരുടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ ഇല്ല, അത് കുറേ നമ്മുടെ പ്രശ്നങ്ങൾ വലുതാണ്. നമുക്ക് കേരള ബ്ലാസ്റ്ററിന്റെ പ്രശ്നങ്ങൾ വളരെ വലുതാണ് ബാംഗ്ലൂരിനുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പം അതാണ് നമുക്ക് മനസ്സിലായത്. അവരുടെ ഫാമിൻ്റെ കാര്യങ്ങൾ നമുക്ക് വലിയൊരു പെർഫോമൻസ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ക്ലബ് ടു ഫാൻസ് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇത് ചെയ്ത് ശരിയാക്കാനേ പറ്റുള്ളൂ. പക്ഷേ പെർഫോമൻസിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ, ഇതൊക്കെ വലിയൊരു ഇഷ്യൂ ആണ് നമുക്കുള്ളത്. BFCക്ക് അങ്ങനെയല്ല. അത് നമ്മൾ നോക്കിയപ്പം അത് വളരെ ചെറിയ കാര്യങ്ങളിലേക്കാണ് അവർക്ക്, അല്ല ചെറിയ കാര്യങ്ങളല്ല, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ കൂടുതലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് മീറ്റിംഗ് ഡിസംബറിലുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്നും എത്താനൊക്കെ ചിലപ്പോൾ ഒരു വർഷം അതിലേക്കൊക്കെ എടുക്കുമായിരിക്കും. പക്ഷേ നമുക്ക് വലിയ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഡീൽ ചെയ്യാനുള്ളത്. ഒരുപാട് വലുതാണ് നമ്മുടെ സ്കോപ്പ്, ആണ് ഞാൻ പറയാനുള്ളത്. വേറെ ക്ലബിന് BFC ഉണ്ട്, പക്ഷെ അതിൻ്റെ എത്രത്തോളം അത് വിപുലീകരിച്ചാണെന്നുള്ളത് എനിക്ക് ഇൻഫർമേഷൻ ഇല്ല. പക്ഷെ നമ്മളാണ് ഏകദേശം എത്രത്തോളം നീഡ് ഉണ്ടോ, അത് ഇത്രയും ഒരു ക്ലബിൻ്റെ സൈഡ് അല്ല, ക്ലബ് എന്നല്ല, ഒരു വളരെ ഒഫീഷ്യലായിട്ട് ഇത്രയും പവർഫുൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ക്ലബ്ബാണ്. ഓൾസോ അത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ കാണിച്ച മനസ്സ് അവര് കോപ്പറേറ്റ് ചെയ്യണ്ടല്ലോ ഫാബായിട്ട്.
കെയർ ചെയ്യണ്ടല്ലോ ഇത്, അതന്നെ അവർക്കും മാറ്റം വരണം എന്ന് ആഗ്രഹമുണ്ട് ഒബ്വിയസ്ലി. അതെ, ഇത് ശരിക്കും ഇത് ആവശ്യമാണ്. കാര്യം ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് മാനേജറാണ്. അപ്പോൾ എനിക്കൊരു പ്രോഡക്റ്റ് ഞാൻ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയുമോ? അതിൻ്റെ ഫീഡ്ബാക്കാണ്. ചിലപ്പം മോശം ഫീഡ്ബാക്ക് ആയിരിക്കും, പക്ഷെ എനിക്കത് അറിയണം. എനിക്കത് അറിഞ്ഞാലേ എനിക്കത് ഇന്ന സ്ഥലത്താണ് പ്രശ്നം, അപ്പം ഇന്ന സ്ഥലത്ത് ഞാൻ നന്നാക്കി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ബെറ്റർ ആവും, അതിൻ്റെ അക്സെപ്റ്റൻസ് കൂടും, ഇത് വരുമെന്ന് പറയും. അങ്ങനെ ഫാൻസിൻ്റെ ക്ലിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അറിയുക എന്നുള്ളതാണ് ഇതിൻ്റെയും അവരുടെയും ഉദ്ദേശം. അപ്പോൾ അവരത് വളരെ വെൽക്കമിങ് ആണ് അക്കാര്യത്തിൽ. പക്ഷേ സെയിം സൈഡും കൂടെ നോക്കണം. നമുക്കത് ആ ഫാൻസിനും കൂടെ ഇത് കൺവേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ചില മിസ്കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ഒഴിവാക്കും. നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇത്. കുറേ ഫാക്ട്സ് ഉണ്ട്, കുറേ മിത്സ് ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് അലങ്ങി കിടക്കുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേരള ബ്ലാസ്റ്ററിൻ്റെ കുറേ റൂമേഴ്സ് ഉണ്ട്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറേ എന്താ പറയുക, ഇതിങ്ങനെ കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ട്. ഈ റൂമേഴ്സൊക്കെ ഇങ്ങനെ പോകില്ല. അപ്പോൾ ഇത് ആസ് എ ഫാൻ, ഇപ്പം ഞാനൊരു ഫാനാണ്, ഞാനും മഞ്ഞപ്പട ഞാൻ പറഞ്ഞില്ല, ഇത് കുറേ വർഷങ്ങളായിട്ടും കൂടെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാവുക? ഒരു ക്ലബിൻ്റെ ഒരു കാര്യം ഒരാൾ പറഞ്ഞു, അത് ശരിയാണോ അല്ലേന്ന് എങ്ങനെ അറിയാം? ഫാക്ട് ചെക്ക് എങ്ങനെ അറിയാം? ഒന്ന് പറ. അത് പലരും പറയുന്നു. ഇപ്പം ഞാൻ വന്ന് സൗരഭിനോട് ചോദിക്കുന്നു, സൗരഭ് എന്ന് പറയുന്നു, ഓക്കെ നൗഫല് അങ്ങനെയല്ലല്ലോ, അത് ഇങ്ങനെയാണ്, ഇതാണ് സംഭവം, അന്ന് അങ്ങനെയാണ്. അപ്പോൾ ഇത് ആസ് എ ഫാൻ നമ്മളെല്ലാവരും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോഴും ഇത് ക്ലബിനോട് ചോദിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഉണ്ടോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞു തരുമോ? ഇല്ല. അപ്പോൾ വേറെ ആരോടെങ്കിലും ഇത് പോയി ചോദിക്കാൻ പറ്റും? ഇപ്പം എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഒരു പക്ഷേ മഞ്ഞപ്പൊടി അങ്ങനെ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഞാനിപ്പോഴും ഗ്രൂപ്പിൽ ആക്റ്റീവ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും പല കാര്യങ്ങളും. പക്ഷെ അല്ലാണ്ട് നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ഒരു ആൻസർ പറഞ്ഞു തരാൻ ആരും ഇല്ല. യൂസ് ചെയ്യുക, ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക, ഫാബ് യൂസ് ചെയ്യുക. ഇതും വളരെ നമുക്കൊരു വർഷമുള്ളൂ പരിധി. ഇത് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് പോവുക. അപ്പോൾ ആ ഒരു വർഷത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ഇപ്പം ഉള്ള കേരള ബ്ലാസ്റ്ററിൻ്റെ ആ ഒരു ട്രാൻസ്പാരൻസി, ആ ഒരു ഫാൻ എൻഗേജ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. നെക്സ്റ്റ് ടൈം നമ്മൾ ഇറങ്ങുമ്പോഴേക്കും എന്താണ്, ഇപ്പോൾ പെർഫോമൻസ് സൈഡ് ഒരു സൈഡാണ്, അത് ക്ലബ്ബ് ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, കമ്മ്യൂണിക്കേഷൻ്റെ സൈഡിൽ നിന്ന് ക്ലിയർ ട്രാൻസ്പാരൻസി ആക്കാം, ആ ഫീഡ്ബാക്ക് എത്തിക്കാം, അവരെ അക്കൗണ്ടബിൾ ആക്കാം, ട്രാക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അടുത്ത വർഷം നമ്മൾ എങ്ങനെയാണ് സക്സസ് മെട്രിക് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് നമ്മളിപ്പോഴും ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത് അടുത്ത മീറ്റിങ്ങിന് മുമ്പായിട്ട് നമ്മളത് എന്തായാലും ക്ലിയർ കൺഫേം ചെയ്തെടുക്കും. അതായത് സ്റ്റേഡിയം അറ്റൻഡൻസ് ഒക്കെ എത്തവണ കുറഞ്ഞു. ഇപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ അറ്റൻഡൻസ് കൂടുതൽ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകം പറയുന്നത് ഇപ്പം എന്താണ്, ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവരുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൂടുതൽ കൊടുക്കുക. സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെ അവർക്കൊക്കെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ എണ്ണങ്ങൾ കൂടും ടീമിലേക്ക് അല്ല കളി കാണാൻ വരുന്നവരുടെ. അതൊക്കെ ഇപ്പോൾ മെഷർ ചെയ്യുന്നുണ്ടോയെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലബ്ബായി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ അടുത്ത ഫാബ് വരുമ്പോഴും അവർക്ക് ഈസി ആയിട്ട് അവർ ചെയ്തത് അവർ ചെയ്ത വർക്കിന് സക്സസ് ആണോ അല്ലേന്ന് നമുക്കൊരു ഡാറ്റ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റണം. ഫാൻ സെൻറ്റിമെൻറ്റ് ഓഫ് കോഴ്സ് അത് നമുക്ക് മനസ്സിലാവും ഈസി. പക്ഷെ എന്നാലും ചുമ്മാ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. നമ്മളത് എങ്ങനെ നമ്മൾ സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങണം എന്നുള്ളൊരു വളരെ വലിയൊരു കാര്യം കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് ഏതായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും ചാനലിന്റെ ലിങ്ക് കൊടുക്കും ഡിസ്ക്രിപ്ഷനിൽ, ഓൾസോ വെബ്സൈറ്റും കൊടുക്കാം അല്ലേ? അവര് പറയേണ്ടതൊക്കെ പോയി പറയുക. ഇപ്പൊ നമ്മള് ഒബ്വിയസ്ലി ഫ്രസ്ട്രേറ്റഡ് ആവും പല ആൾക്കാരും അത് പറയാൻ പറ്റാത്തതിൽ അവരുടേത്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് വന്നിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ? ഒബ്വിയസ്ലി യെസ്. നമുക്ക് ഇതിനു മുമ്പ് ഒരു പക്ഷേ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് വരല്ലോ. ഇപ്പോൾ വാലിഡ് റെസ്പോൺസുകൾ നമ്മൾ എടുത്തിട്ട് അത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വേറൊരു കാര്യമുണ്ട്, ഈ 14 പേരും അവർക്ക് സ്വന്തമായിട്ട് പണിയുണ്ട്, വേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ വോളണ്ടിയേഴ്സ് ആണ് ശരിക്കും. അവരുടെ ഫ്രീ ടൈമിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇൻ കേസ് ഇപ്പം നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത ചാനൽ ഓൾറെഡി വരട്ടെ, ഇൻപുട്ട് വരട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി കണ്ടു കുറേ വിമൻസ് ടീമിൻ്റെയും റിസർച്ച് ടീമിൻ്റെ ഫീഡ്ബാക്സ്, അങ്ങനെ വാലിഡ് ആയിട്ടുള്ള കുറേ ഫീഡ്ബാക്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് റെസ്പോണ്ട് ഇപ്പോൾ ചെയ്തില്ലെങ്കിലും ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെതായ അതിൻ്റെ എത്ര പേർക്കാണ് ഇത്, അതിൻ്റെ നമ്മളൊരു മെഷർ നോക്കണം, അത് എത്രത്തോളം ആപ്റ്റാണ്. നമ്മളതൊന്ന് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെതായ ആക്ഷൻസോ കാര്യങ്ങളിലേക്ക് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം യൂസ് ചെയ്യുക. ഇത് മുമ്പ് ഇല്ലായിരുന്നു ഈ ഒരു ഓപ്ഷൻ. മാക്സിമം വെബ് ഫോം കേരള ബ്ലാസ്റ്ററിൻ്റെ വെബ്സൈറ്റിൽ പോവുക, അതിനകത്ത് ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിലെഴുതി ഇടുക. അതിനകത്ത് പല ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇടാമല്ലോ. ഏതാണ്, സ്റ്റേഡിയത്തിനെ പറ്റിയാണോ, അല്ല വേറെ ഫീഡ്ബാക്ക് ആണോ, ടിക്കറ്റിനെ പറ്റിയാണോ, മെർച്ചൻഡൈസ് ആണോ? ഓക്കെ.
മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യാം അല്ലേ. അതെ. പിന്നെ ചേട്ടനോട് വേറെ ചോദിക്കാനുള്ളത് വെച്ചാൽ 11 years ഇൻ പോളണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ അടുത്ത് ഞങ്ങൾ ഊബറിൽ ഞാൻ വരുന്ന വഴിക്ക് ഒരു ഡ്രൈവർ മലയാളിയായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു എത്ര കാലമായി. അപ്പം പറഞ്ഞു 8 വർഷമായിരുന്നപ്പോൾ ബ്രോ എന്താ മാറാത്ത, എന്താ ഇവിടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ 2014 വരിക പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടാളുമാണ്. ഞങ്ങൾ പരിചയപ്പെടുമ്പോഴൊക്കെ നമ്മളെ മുന്നിൽ വന്നൊരാൾ പറയുമ്പോൾ ഉണ്ട്, പക്ഷെ വളരെ നമ്മൾ പരിചയപ്പെടണം. അപ്പം ചേട്ടൻ അന്ന് 2014 എങ്ങനെ പോളണ്ടിൽ വരാൻ തീരുമാനിച്ചു? ഞാൻ ഇപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ അൺപ്ലാൻഡ് ആയിട്ട് തെറ്റായി പോയി അല്ലെങ്കിൽ മോശമായി പോയി എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് നന്നായി കഴിയുമ്പോഴേ നമ്മൾ റിയലൈസ് ചെയ്തോളൂ, ഓ ഇത് നന്നായി അങ്ങനെ നടന്നത് ഒക്കെ വിചാരിക്കില്ല. അങ്ങനെ തന്നെയാണ് ഞാനും വന്നത്. ഞാൻ പോളണ്ട് എന്ന് പറഞ്ഞൊരു കൺട്രീനെ പറ്റി ഞാൻ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല ഇവിടെ എത്തുന്നതിനൊരു 3 മാസം മുമ്പ് വരെ. ഏജൻസി ഞാൻ ജർമ്മനിയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എയറോസ്പേസ് പഠിക്കാനാണ് എൻ്റെ താല്പര്യം, ബാച്ചിലർ അതായിരുന്നു. അപ്പോൾ ജർമ്മനിയിലാണല്ലോ ഓഫ് കോഴ്സ് വരാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് കുറേ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. ആരോ എന്നോട് ഏജൻസി വഴിയാണ് കേട്ടോ, ഏജൻസിയിൽ അപ്ലൈ ചെയ്ത് ഓക്കെ IELTS പഠിക്കാനും കുറെ കാര്യങ്ങളൊക്കെ പോയി. പക്ഷെ ഏജൻസി അവസാനം ഫ്രോഡായിരുന്നു. അത് ഒബിയസ്ലി അപ്പൊ അത് കഴിഞ്ഞപ്പോഴേ ഇത് 13 നടക്കുന്ന കേട്ടോ കാര്യം. അപ്പൊ നമ്മളെ കുഞ്ഞാ. അപ്പോ അത് കഴിഞ്ഞപ്പോഴേക്കാണ് അപ്പം ഞാൻ വേറെ ഏജൻസികളിലൊക്കെ പോയി ചോദിച്ചു, വേറെ കൺട്രികളൊക്കെ എങ്ങനെ ഇറ്റലിയിൽ ഈ കോഴ്സ് ഉണ്ടോ? ഓക്കെ, അടുത്ത 14 ഡിസംബറിലേക്കുള്ള കോഴ്സിന് അഡ്മിഷൻ കഴിഞ്ഞു പോയല്ലോ, ഇതെന്ത് പിന്നെ 2 വർഷം കഴിഞ്ഞ് പോകാനോ? ജർമ്മനിയിൽ വേറെ ഇല്ല. ജർമ്മനിലൊക്കെ പിന്നെ ജർമ്മനൊക്കെ പഠിച്ച് വേറെ എന്തൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞത് പോളണ്ടിലേക്ക് പോകണം. എപ്പോൾ പോകാൻ പറ്റും, ഏത് വർഷം പോകാൻ പറ്റും? ഒരു 2 മാസത്തിൽ ഓക്കെയാണ്. അപ്പം 3 മാസം അതിന്റെ എവിടെ പോളണ്ട്? ജർമ്മനിയുടെ തൊട്ടടുത്താണ്, അങ്ങോട്ട് പോവാം, കൊള്ളാലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ പോളണ്ട്. പിന്നെ നോക്കിയപ്പം ഫൈനാൻസ് വൈസ് ഒക്കെ നോക്കുമ്പോൾ വളരെ ചീപ്പ്. എനിക്ക് അഫോർഡബിൾ ആണ്. അതെ, അതായത് ജർമ്മനി എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്ത് ഇതിലാണ് അപ്ലൈ ചെയ്തത്. കാര്യം എനിക്കറിയില്ല, എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല ഫീസ് എത്രയായിരുന്നു കാര്യം. അതോ ഫ്രീ ആയിരുന്നു, അങ്ങനെ എന്തോ ഒരു ഓപ്ഷനിലായിരുന്നു അത്. അപ്പോൾ പോളണ്ട് ഓക്കെ, ഇത് നാട്ടിലൊക്കെ ഏകദേശം വരുന്ന ഒരു അപ്പം എന്തായാലും കമ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് പോളണ്ടിൽ വന്ന് എത്തിപ്പെട്ടത്. ഞാൻ പ്ലാൻ ചെയ്തതല്ല, വന്നു. പക്ഷെ വന്നു കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു കൺട്രി എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരുപാട് ഏൺ ചെയ്ത് വലുതാകാനോ അങ്ങനെ പറ്റിയ കൺട്രി അല്ല. പക്ഷെ ഹാപ്പി ആയിട്ട് ജീവിക്കണോ, ഒരു അങ്ങോട്ടും ഇല്ല, അതായത് ഒരു ഹൈ എൻഡും അല്ല ലോ എൻഡും അല്ല, രണ്ടിൻ്റെ ഇടയ്ക്ക് ഓക്കെ ആയിട്ട് ജീവിച്ചു പോകാൻ പറ്റിയ ഒരു കൺട്രിയാണ്. അതാണ് ഞാൻ പറയുള്ളൂ. അത് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് കാലം നിൽക്കും. അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട കുറച്ച് പേരിൽ ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ വന്ന ഒറ്റയ്ക്ക്, അതായത് കണക്ട് ചെയ്തല്ല വന്നത്. ഓക്കെ, അങ്ങനെ ഒറ്റയ്ക്കായിട്ട് തന്നെ വന്നതാണ്. പക്ഷെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു 2-3 പേരുണ്ടായിരുന്നു. മലയാളികൾ തന്നെ ഉണ്ടായിരുന്നു. ഒരു മലയാളി ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ നമ്മളൊക്കെ വന്നപ്പോൾ വളരെ കഷ്ടമായിരുന്നു. കാര്യം ഫസ്റ്റ് വീക്ക് നിങ്ങൾ വന്നപ്പോൾ ആരെങ്കിലും വന്ന് പിക്ക് ചെയ്തു എയർപോർട്ടിൽ വന്ന്, എന്നിട്ട് എന്ത് ചെയ്തു? ഫ്ലാറ്റില് താമസം ഉണ്ടായിരുന്നു. അവര് വേറെ സ്ഥലത്താണ് സെറ്റ് ചെയ്തത്. പക്ഷെ നമ്മളത് 25 കിലോമീറ്റർ ദൂരെയാണോ? അല്ലല്ല, പക്ഷെ നമ്മുടെ പൈസ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കോമഡി. അപ്പം ഞാനൊക്കെ വന്നിട്ട് എന്നെ പിക്ക് ചെയ്ത ആളുകൊണ്ട് പുള്ളിക്ക് പാർട്ണർഷിപ്പ് ഉള്ളവരെടുത്ത് കൊണ്ടിട്ട് ഒരു പരിധി വരെ ആ ഒരു ഏരിയ സമയത്ത് വന്നവരെ ചോദിച്ചു ഞാൻ പറയും, ഒരു 25 കിലോമീറ്റർ ദൂരെയാണ് ഈ വാർസോന്ന്. ഒരു 25 കിലോമീറ്റർ ദൂരെ ഒരു കാട്, ഒരു അതായത് ഒരു സോണിന്റെ എൻഡാണത്. അവിടെയാണ് കൊണ്ടുവിട്ടിട്ട് പോയത്. ഞാനൊക്കെ വന്ന് വളരെ കഷ്ടപ്പെട്ടാണ്. അറിയാലോ, നമ്മൾ ആ സമയത്തൊക്കെ മണിയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ടാണ് ഒന്നും വാങ്ങിക്കുക. അപ്പൊ ഇവിടുന്ന് 25 കിലോമീറ്റർ ട്രെയിനിൽ പോയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എന്നിട്ട് 2 കിലോമീറ്റർ ഇരുട്ടത്ത് നടക്കണം. എനിക്ക് അറിയില്ല, എനിക്ക് ഇങ്ങോട്ട് വരാൻ അറിയില്ല. എനിക്ക് ആദ്യത്തെ ഒരാഴ്ച എനിക്ക് ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടായിരുന്നു. സത്യമായിട്ട് പറയാം. അതെ, ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് വരുന്ന ആരെങ്കിലും ഒക്കെ ഞാൻ പോയി വിളിക്കാനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതൊക്കെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയുള്ളതൊക്കെയാണ് കാര്യം, ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ആദ്യം ഭക്ഷണമൊക്കെ നോക്കുക. എനിക്ക് ടിക്കറ്റ് വാങ്ങാൻ അറിയില്ലായിരുന്നു മെഷീനിൽ നിന്ന്.
ഇവിടുത്തെ മെഷീൻ ഇല്ലേ, ബസ് ടിക്കറ്റ് ബസ് ടിക്കറ്റ് വാങ്ങാൻ അറിയില്ല. എനിക്ക് ആരെ ഹെൽപ്പ് ചെയ്യാനും അറിയില്ല. ഞാനിവിടെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ നടന്നു പോണവരോട് നമ്മൾ ചോദിച്ചാൽ എന്തിനാ ചോദിച്ചെന്നായിപ്പോ. 1 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്. എനിക്ക് ആദ്യം ഒരു ടിക്കറ്റ് എടുക്കാൻ കാശ് കളയാൻ പറ്റത്തില്ല. ഞാൻ ആകെ ഇച്ചിരി പൈസ ആയിട്ട് വന്നതാ. പിന്നെ ടിക്കറ്റ് എടുത്ത ഞാൻ ആലോചിക്കും, അയ്യോ 60 രൂപ 3 ലോട്ടി 60 രൂപ. അപ്പൊ ആ സമയത്ത് 2-3 കഴിക്കാമല്ലോ. ഇതൊക്കെയാണ് കണക്കൂട്ടല്. അപ്പം ആകെ ടെൻഷനാണ്. പക്ഷെ അത് വളരെ ഒരു ഡിഫിക്കൽട്ട് ഒരാഴ്ചയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ എങ്ങനെയൊക്കെ ചോദിച്ചു, ഇയാളെ പറ്റിച്ചെന്നൊക്കെ പിന്നെ മനസ്സിലായി. പിന്നെ ഹോസ്റ്റലിലൊക്കെ റൂം എടുത്തു, പിന്നെ മാറി, പിന്നെ സെറ്റ്. ഇപ്പൊ ചേട്ടൻ നോക്കുമ്പോ ടഫായിരുന്നു ആ സമയത്ത്. ഇല്ല അതെ അതെ ചോദിക്കാനും നമ്മള് വന്നപ്പോഴും അങ്ങനെയായിരുന്നു. നമ്മള് അധികം ഫോറിനേഴ്സും ഇല്ല, ഇവരെ അധികം ഫോറിനേഴ്സിനെ എക്സ്പോസ്ഡും അല്ല. ഭയങ്കര ഡിഫിക്കൽട്ട് അതൊക്കെ അതിന് 14 വേറെ ലെവലാണ്. ഒരു പരിധി വരെയുള്ള എല്ലാ മലയാളികളും എനിക്ക് ഇവിടെ അറിയായിരുന്നു ആ സമയത്ത് വന്നിട്ട്. എല്ലാവരും അത്ര പറയാൻ പറ്റുമോ? അത് ഇന്ത്യക്കാരാണേലും ഏകദേശം ആ സമയത്ത് വന്നവരെ ഒരു ഇന്ത്യൻ മറ്റേ എംബസിയൊക്കെ ഓർഗനൈസ് ചെയ്യും ഇടയ്ക്ക് ഇവന്റ്. ചെറിയ ഓഡിറ്റോറിയത്തിൽ അതിനുള്ള ആൾക്കാരുള്ളൂ, അത്രയും മതിയായിരുന്നു. അപ്പം അവിടെ വന്നാൽ തന്നെ നമുക്ക് ഏകദേശം പരിചയമുള്ള എല്ലാവരെയും കാണാം. അപ്പൊ അങ്ങനെയായിരുന്നു ആ സമയത്ത്. ചേട്ടൻ ഇപ്പൊ കാണുന്ന മാറ്റം എന്താ 11 years പോളണ്ടില്? ഇത് ഒരു ഓക്കെ ഒരു ആ സമയത്ത് വരാൻ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ വന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ ഇൻഫ്ലോ തുടങ്ങിയത് പോളണ്ടിലേക്ക്, ഒരു കൺട്രി ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരാൻ. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ഒരു അടുത്ത 2 വർഷം, ഒരു 15 അല്ല 16 ആ ഒരു സമയത്തേക്ക് ഒരുപാട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വരുന്നുണ്ട്. കേരളത്തിൽ നിന്നല്ല, മറ്റ് സ്റ്റേറ്റിൽ നിന്നാണ് കൂടുതൽ വന്നു തുടങ്ങിയത്. പ്ലസ് അത് കൂടുതൽ സ്റ്റുഡൻസ് ആയിട്ടാണ്. രണ്ടാമത് വന്നു തുടങ്ങിയത് തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്ര സൈഡിൽ നിന്ന് IT ജോലിക്ക് വന്നവർ. അപ്പോൾ അവരാണ് ഫാമിലി ആയിട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അവരാണ്. അപ്പം അങ്ങനെയാണ് കുറേ തമിഴ് കമ്മ്യൂണിറ്റിയും തെലുഗു കമ്മ്യൂണിറ്റിയൊക്കെ നല്ലൊരു സെറ്റിൽമെൻറ്റ് ഇവിടെ ഉണ്ട്. പിന്നീട് അത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴോ കേരളത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി അല്ലേ. കേരളത്തിൽ നിന്ന് നിറയെ പേര് വരാൻ തുടങ്ങി, സ്റ്റുഡൻസ് വരാൻ തുടങ്ങി, പിന്നെ സ്റ്റുഡൻ്റ് അല്ലാണ്ടും വരാൻ തുടങ്ങി, വർക്കായിട്ട് വരാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു ഗ്ലോബൽ സിറ്റുവേഷൻസ് ഒക്കെ മാറുന്നുണ്ടല്ലോ, ഇലക്ഷൻ വരുന്നുണ്ട്, ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറുന്നുണ്ട്, ഇവിടുത്തെ പോളണ്ടിൻ്റെ സ്റ്റാൻഡ് മാറുന്നുണ്ട്. അപ്പോൾ വിസയൊക്കെ എനിക്ക് വന്ന കുറേയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയി. ഇപ്പോഴും ഒബ്വിയസ്ലി സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യ എന്നുള്ളൊരു ഇൻവോൾവ്മെൻറ്റിന് വളരെ ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ ആസ് എ കൺട്രി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗ്രോ ചെയ്തു. സിറ്റി ഒരുപാട് ഗ്രോ ചെയ്തു. അതെ, ഈ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം US അല്ലെങ്കിൽ അങ്ങനത്തെ കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എല്ലാ മേജർ ഇത് അവിടെ നിന്ന് നോട്ടീസ് ചെയ്ത ഒരു കാര്യം, IT ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് പോളണ്ടിൽ. ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതേപോലെ ഫൈനാൻസ്, അതായത് ഏതൊരു ഫൈനാൻസ് കമ്പനി എടുത്തു നോക്കും, വലിയ കമ്പനി, അതിനൊരു ഓഫീസ് പോളണ്ടിലുണ്ടാവും, വാട്സലുണ്ടാവും, അല്ലെങ്കിൽ പോളണ്ടിലുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചിലത് ആ GDPR ആ ഒരു റെഗുലേഷൻ്റെ ഫോഴ്സ് ചെയ്തിട്ടാണ്. പക്ഷേ US-ൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, അല്ല UK നിന്ന് ഇങ്ങോട്ട് വരുന്നത്. കാര്യം അവിടുത്തെ വർക്ക് ഫോഴ്സിനേക്കാളും പേയ്മെൻറ്റ് കുറച്ച് റിസോഴ്സ് കോസ്റ്റ് കുറവാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഗവൺമെൻറ് കുറേ സപ്പോർട്ടീവാണ്. ഇത്ര എംപ്ലോയീസിനെ കൊടുത്തു കഴിഞ്ഞാൽ അവരും ടാക്സിനൊക്കെ എന്തോ, അപ്പോൾ ഗവൺമെൻറ്റും കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് അല്ല അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വരുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ഫൈനാൻസിൻ്റെ ഒരു വലിയൊരു ഹബ്ബായിട്ട് ശരിക്കും വാട്സാപ്പ് മാറി. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബിൽഡിംഗ് ഒക്കെ നോക്കുമ്പോൾ കാണാം, പണ്ടൊക്കെ പാലസ് ഓഫ് കൾച്ചർ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം നോക്കുമ്പോൾ അല്ലേ. പിന്നെ കോവിഡ് ടൈം കഴിഞ്ഞപ്പോഴേക്കും ഒരു ചേഞ്ചും കൂടെ കണ്ടു. ഇവിടെ വാട്സോ ആണെങ്കിൽ വാട്സോ സിറ്റി ഞാൻ മാറി ഇപ്പോൾ ഇവിടുന്ന്. പക്ഷേ ഇവിടെ അതൊരു വലിയൊരു ഹിറ്റായിരുന്നു കേട്ടോ. അതിനകത്ത് എന്തൊക്കെ ഒരു ഫൈനാൻഷ്യൽ നഷ്ടം വന്ന് എന്തൊക്കെ ചേഞ്ച് വന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ പണ്ട് ഇവിടെ ഒരു IT, ഇപ്പം നമ്മൾ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി എന്നൊക്കെ വിളിക്കില്ല, അതുപോലെ ഇൻഫോ പാർക്ക് പോലെ ആയിരുന്നു. അതായത് അങ്ങനെ ഒരു ഒഫീഷ്യലി ഒരു ബോർഡർ ഒന്നുമില്ല, പക്ഷേ വാട്സോയിലെ മൊക്കത്തോയിലെ ഒരു റീജിയൻ IT കമ്പനിക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നു. അവിടെയായിരുന്നു ഈ എല്ലാ IT കമ്പനികളും. നമ്മുടെ കമ്പനി അവിടെ തന്നെയാണ്, ഓക്കെ, അവിടെ തന്നെയായിരുന്നു. അപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വർക്ക് ഫ്രം ഹോം മാറി. പിന്നീട് ഇത് റീഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഈ കമ്പനികളൊന്നും ആ ഒരു ഏരിയ ഡെസേർട്ടഡ് ആയിട്ട് മാറി. അതാണ് കാര്യം. ആ ഒരു ഹൈലി നമുക്കൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിക്കണമെങ്കിലോ അല്ലെങ്കിൽ അവിടെ എല്ലാത്തിനും ഭയങ്കര വിലയായിരുന്നു. ഈ പറഞ്ഞ മൊക്കത്തെന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ് ആ ഏരിയ, അതിനെ മൊർദോർ എന്നാണ് ഇവരെ വിളിച്ചോണ്ടിരുന്നത്. ഇത്
ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രത്താണ് റോണ്ടോ സെൻട്രലിനി ആ സൈഡിലേക്ക് നമ്മുടെയൊക്കെ ഓഫീസ് ഓഫീസ് ഇപ്പൊ എല്ലാം അവിടെയാണ്. അപ്പം നല്ലതാണ്, അല്ലെങ്കിൽ എന്താണ് അതൊരു സ്പ്രെഡ് ആവാണ് അല്ലേ? അതെ, ഷെഡായിട്ട് അങ്ങനെ അങ്ങനെ നന്നായിട്ട് വന്നു. എല്ലാം സെന്ററിൽ തന്നെയാണ് മാക്സിമം. അപ്പം അങ്ങനെ ഗ്രോ ചെയ്തു വാട്സപ്പ്. അതാ പറയാം, ഇപ്പം കുറെ ഈ പറഞ്ഞത് എനിക്കറിയില്ല ഏതാണ് നിന്ന് പോയെന്ന് നോക്കണം. ചേട്ടൻ ഇപ്പൊ ഇവിടെ 11 years ആയിട്ട് ഓൾസോ ഭയങ്കര ലോയലാണ് കൺട്രീനോടും ജോബിനോടും. ഓക്കെ, 11 year ആയില്ല. പക്ഷെ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഫൈനാൻസ് കമ്പനിയിലാണ്, മണിഗ്രാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ആക്സിഡന്റ് അല്ലല്ലോ, എന്താണ് ഇങ്ങനെ വന്ന് കയറി പറ്റുമെന്ന് പറഞ്ഞില്ല, അതുപോലെയാണ്. ഞാൻ കാണുന്നില്ല എന്ന് വിചാരിക്കുന്നു കമ്പനിയില്ല, പക്ഷെ അങ്ങനെ ആ കമ്പനി കയറണമെന്നോ അവിടെ നിൽക്കണമെന്നോ വിചാരിച്ച് ഞാൻ പ്ലാൻ ചെയ്തതേ അല്ല. ഇത് ഞാൻ സ്റ്റുഡൻ്റ് ആണ്, മാസ്റ്റർ പഠിക്കുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പൈസ ഒന്നും വാങ്ങാതെയാണ് മാക്സിമം കഴിഞ്ഞു പോവുക. അപ്പോൾ അല്ല, മാക്സിമം ഒന്നല്ല, ആറില്ല, പറ്റില്ലല്ലോ. അപ്പോൾ ജോലി വേണം. അപ്പം പാർട്ട് ടൈം ആയിട്ട് അല്ലാതെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ ടീച്ചിങ്ങും കുറേ അല്ലാണ്ട്. നമ്മൾ സാധാരണ എല്ലാവരും കടന്നു പോകുന്ന അതേ സ്റ്റേജിലാണ്. അപ്പോൾ ഒരു നല്ലൊരു ജോലി കിട്ടുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു ജോബ് ഫെയറിന് എൻ്റെ ഒരു ഫ്രണ്ട് പോയി, എനിക്കൊരു ഇന്ത്യയിൽ നിന്ന് നേരത്തെ വരേണ്ടിയും വന്നു, വെക്കേഷനൊക്കെ കട്ട് ചെയ്ത് വന്ന് ഞാൻ വിഷമത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഏതോ ഒരു ഫ്രണ്ട് പോണു, ഓക്കെ, ചുമ്മാ കൂടെ വിളിച്ചുകൊണ്ട് പോയതാണ്. ഞങ്ങളുടെ ഒരു 2-3 പേര് പോണു, അപ്പോൾ എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ജോബ് ഫെയറിന് പോയി. അപ്പോൾ അത് ഏതോ 5 മണി വരെ ഉള്ളൂ. ഞാൻ വെറുതെ പോയത്, ഞാൻ ജോബ് ഫെയറിനെ പോയതല്ല. പക്ഷെ അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ആക്ച്വലി മണിഗ്രാമിൽ അവർ കളക്ട് ചെയ്തിട്ട് എനിക്കാണ് ആദ്യം വിളി വന്നേ. ഇവരൊക്കെ ചോദിച്ചേ, ഇത് ഞങ്ങൾക്കാർക്കും വിളി വന്നില്ലല്ലോ, എനിക്ക് ആവശ്യമില്ലാതെ വിളി വന്നെന്ന് പറയണ പോലെ എനിക്ക് വിളി വന്നില്ല, അവർക്ക് വന്നില്ല. അവർക്ക് പിന്നീട് വന്നു കേട്ടോ, പിന്നീട് അവരും കയറി. അപ്പോൾ അങ്ങനെ ഞാൻ കയറിയതൊരു ഞാനിപ്പോൾ ഒരു 10 വർഷമായിട്ട് ആ കമ്പനിയിലുണ്ടെങ്കിലും ഞാൻ ഒരു 2 വർഷത്തേക്കുള്ളിൽ ഞാൻ ഒരു വർക്ക് എനിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഡിപ്പാർട്ട്മെന്റിലാണ്. അതെ, അതായത് ആ കമ്പനി അത് ഞാൻ ഒന്ന് പറയാം, അത് എത്തിക്സ് വൈസ് വളരെ റെസ്പെക്ട്ഫുൾ കമ്പനിയാണ്. ഓക്കെ, നമുക്ക് ഗ്രോ ചെയ്യാനുള്ള എബിലിറ്റി അവർ തരുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു കോൾ സെൻറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല, അതായത് ഫോണിൽ സംസാരമില്ലായിരുന്നു, കുറവായിരുന്നു. അല്ലെങ്കിലും എന്താണ് ഫ്രോഡ് പ്രിവെൻഷൻ എന്നാണ് അതിൻ്റെ പേര്. അനലിസ്റ്റാണ്. അതായത് ബേസിക്കലി ഡാറ്റ എൻട്രി അല്ല, പക്ഷേ ജസ്റ്റ് 2-3 ഡാറ്റകൾ കിട്ടുന്നു, നമ്മൾ വെരിഫൈ ചെയ്യുന്നു, എന്താ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ആ കമ്പനി. ഇപ്പോൾ പല പൊസിഷനുകളായി അങ്ങനെ മാറി അങ്ങനെ ഞാനൊരു ലാസ്റ്റ് 3-4 വർഷമായിട്ടാണ് ഈ പ്രോഡക്റ്റ് മാനേജറായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ സീനിയർ പ്രോഡക്റ്റ് മാനേജറാണ് എ ഐ ഫീൽഡിൽ. അപ്പോൾ എന്താണ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പം പറയുമ്പോൾ വളരെ എളുപ്പമാണ്. എ ഐ ഇപ്പോൾ ഭയങ്കര സിമ്പിളാണ് ആർക്കും പറഞ്ഞ് മനസ്സിലാക്കുക. ഞാനിത് തുടങ്ങി 3-4 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അന്ന് ആലോചിച്ച് നോക്കണം എന്ത് സ്ട്രഗിൾ ആയിരിക്കും. അതെ, പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കുന്ന ആലോചിച്ച് നോക്കി. അതൊരു ഫൈനാൻസ് വേൾഡിൽ ഫൈനാൻസ് ലീഡേഴ്സ് ഉള്ള സ്ഥലത്ത്, അതായത് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലീഗലൊക്കെ ആയിട്ട് അപ്പൊ അവര് പറഞ്ഞാൽ ഓക്കെ, ഇത് 99.99% ആക്യുറേറ്റ് ആണ്. ഓക്കെ, 0.00 എവിടെ പോയി അത് അങ്ങനെ ഒരു വളരെ അതെ, ആ ഒരു വേൾഡ് ആക്ച്വലി മാറി. ഓക്കെ, ആ സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ഞാൻ ഒറ്റ ടീമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് 3 ടീമുണ്ട്. താഴെ പ്രൊഡക്റ്റ് ടീംസ് ഉണ്ട്, IT ടീംസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു വർഷം 10 മില്യണിന് മേലെ ഡയറക്റ്റ് സേവിങ്സ് എത്രയും ഡോളേഴ്സ് വാങ്ങി കൊടുക്കുന്നുണ്ട്. സേവിങ്സ് ആയിട്ട് വരുന്നുണ്ട്, റവന്യൂ ആയിട്ട് സേവിങ്സ് ആയിട്ട് വരുന്നുണ്ട്. റവന്യൂ കമ്പൈൻഡ് കുറച്ചുണ്ട്, പക്ഷെ അത്രയും ഫീൽ ചെയ്യുന്ന അത്രയും മണി നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും നമ്മൾ ഗ്രോ ചെയ്യണം, അതിനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആ ഒരു ജേണി ശരിക്കും ലോയലാണ്, ശരിയാണ്. പക്ഷേ എന്താണ് ഒരേ പൊസിഷനിൽ അങ്ങനെ ഇരുന്നല്ല, പക്ഷെ അത് ഓപ്പർച്യൂണിറ്റി കിട്ടി, ഹാർഡ് വർക്ക് ചെയ്തു. നമ്മുടെ ഫീൽഡ് അല്ല, എന്നാലും അത് ഇപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഒരുപാട് ഗ്രോ ചെയ്യണമെന്നാണ്. ഇപ്പൊ ഈ AI ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇത് ആദ്യം കേട്ടപ്പോ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു 3-4 വർഷം മുമ്പ് ഇതാണ് AI എന്നൊക്കെ റിയാക്ഷൻ? അതൊരു ഡിഫിക്കൽട്ട്, ഞാനൊരു ലേൺ ചെയ്ത് കയറി വന്നതാണ് അതിനകത്തുനിന്ന്. അതായത് ആ സമയത്തും അത്രയും എയുടെ പോസിബിലിറ്റി, ഇന്നുള്ള പോസിബിലിറ്റി അന്നും ഇല്ല. ഏകദേശം ചെയ്യാം, ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചു ബുദ്ധിമുട്ട് ആയിരുന്നു ഓഫ് കോഴ്സ്. ആദ്യത്തിൽ ആ കൺസെപ്റ്റ് നമ്മൾ ഒരു ടെക്നിക്കൽ ഫീൽഡാണെങ്കിലും, ടെക്നിക്കലല്ല, ഞാനൊരു ഡെവലപ്പറോ കമ്പ്യൂട്ടർ സയൻസ് ഒന്നും അല്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പക്ഷേ കുറച്ചറിയാം. അപ്പോൾ അതൊരു എന്താ പറയുക, AI എന്ന് പറയുന്നത് ഒരു സ്ട്രീം ഓഫ് ഒരു സയൻസാണ്.
അപ്പോൾ അത് ഒന്ന് പഠിച്ചെടുക്കുക, അതൊന്ന് കയറി വരിക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കത് പഠിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാര്യം ഞാനൊരു പ്രൊഡക്റ്റ് ഒരു സൈഡിൽ നിന്ന് ലീഡ് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹമായിരുന്നു അത് പഠിക്കണം. അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ടുള്ള എഫക്റ്റ് കമ്പനിക്ക് കിട്ടിയതോ അല്ലെങ്കിൽ ടീമിന് കിട്ടിയതോ വളരെ വലുതായിരുന്നു. കാര്യം ഈ IT ടീമൊന്നും ആരോടും സംസാരിക്കുന്നില്ല. ഞാനാണ് ഇങ്ങനെ അത് ഇനിഷ്യേറ്റീവ് എടുക്കലോ അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ബെനിഫിറ്റ് കിട്ടും, അത് കൺവിൻസ് ചെയ്യല, അതൊരു ബിസിനസ് കേസായിട്ട് എടുത്ത് അപ്രൂവ് ചെയ്ത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഞാൻ ആക്ച്വലി ഒത്തിരി എൻജോയ് ചെയ്തു. ഞാൻ അപ്പോഴും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ റിയലൈസ് ചെയ്തത് AI ഒരുപാട് ഓപ്പർച്യൂണിറ്റി എനിക്ക് ഭാവിയിൽ എൻ്റെ ഫ്യൂച്ചർ ഞാൻ AIയിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു വർഷം പിന്നീടാണ്. ഞാൻ അപ്പോഴല്ല, ഞാൻ ആദ്യം ചെയ്യുമ്പോൾ ഇത് വേറെ കുറേ വർക്കുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഈ വർക്ക് അങ്ങനെയായിരുന്നു തുടങ്ങിയത്. പക്ഷേ പിന്നീട് അത് കഴിഞ്ഞപ്പോഴേക്കും അത് ഫുൾ അതിൽ ഫോക്കസ്ഡായി ഇത് മനസ്സിലാക്കി തുടങ്ങി. അത് പിന്നീട് ഒരു 5 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ അപ്പോഴും ഉള്ള ഒരു ടെക്നോളജി ഇതായിരിക്കും. ബാക്കിയുള്ള ടെക്നോളജികളൊക്കെ ഒരു വർഷം മാറിയാലും ഇതിലൊരുപാട് ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ ഗ്രോ ചെയ്യണം. അതെ, അപ്പോൾ അങ്ങനെ കയറിയതാണ്. ഇതൊരു വളരെ രസമാണ്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇപ്പം ഒരു കുറേ നെഗറ്റീവ് സൈഡ് കുറേ ആൾക്കാർ പറയും, പക്ഷെ ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണാൻ നോക്കും. ജോലി പോകുന്നൊക്കെ പറയുന്ന ആൾക്കാർ അത് സത്യമാണ് കുറേ. പക്ഷേ ഇത് ആലോചിച്ച് നോക്കുക, അത് ചേഞ്ച് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് വേൾഡിൽ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. വേൾഡ് ചേഞ്ച് ആവും. അപ്പൊ കമ്പ്യൂട്ടർ വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് ജോലി പോകും. അതെ, ഒരുപാട് പോയിട്ടില്ല, ഒരുപാട് എഫക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു, അപ്പോൾ അതിനനുസരിച്ചുള്ള നെക്സ്റ്റ് ഇതിലേക്ക് പോയി. അപ്പം വേൾഡ് എന്ന് പറയുന്നതും ഒരു സെറ്റ് ഓഫ് റിസോഴ്സസ് ആണ്, അതും ലിമിറ്റഡ് ആണ്. വേൾഡിലെ ആൾക്കാരുടെ എണ്ണവും ഇത് ലിമിറ്റഡ് ആണ്, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഒരു AI പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും റോബോട്ട് വന്ന് കൂടുതൽ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി കൂടും. വേൾഡിലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുടെ അളവ് കൂടും. അപ്പോൾ ചിലപ്പോൾ കൂടുതൽ മിനറൽസ് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറയുകയാണ്, ഓക്കെ, അങ്ങനെ ഓരോ. അപ്പോൾ വേൾഡ് നോക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടിയില്ലേ വേൾഡിലെ, നമുക്ക് സേഫ്റ്റി എത്ര കൂടുന്നത്. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷേ ഇപ്പം ആലോചിച്ച് നോക്കും, ഇപ്പം വലിയൊരു കാര്യം, നമുക്ക് എല്ലാ ആൾക്കാരെയും സെക്യൂരിറ്റി ഒന്നും വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ CCTV ക്യാമറയിൽ ഇതുപോലും പ്രഡിക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ആളെ കാണുന്നത് കമ്പ്യൂട്ടർ നമ്മൾ നോക്കിയിട്ട് പറയണമെന്നൊന്നുമില്ല, അവർ ഡിറ്റക്ട് ചെയ്തിട്ട് ഇന്ന ആളാണ്, ഓക്കെ, ഇന്ന ആളാണ്, കുഴപ്പമില്ല. പിന്നെ ഇന്നൊരു പ്രശ്നം നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സേഫ്റ്റി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ അല്ലേ, ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഈ ആൻറ്റി മണി ലോണ്ടറിങ് ഒക്കെ നിങ്ങളൊക്കെ ഇല്ലല്ലോ, അപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് മുമ്പായിരുന്നു നമ്മൾ ഓക്കെ ഇന്ന പോലെ ആണെങ്കിൽ ഇങ്ങനെ ഒരു വളരെ കുറേ റൂൾസൊക്കെ എഴുതി നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ കുറേയൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് കുറേ കാര്യങ്ങൾ ഞാനിപ്പോഴും ചെയ്യുന്നത്. എങ്ങനെ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാം AI ഉപയോഗിച്ചിട്ട്. ചിലപ്പോൾ അത് തുടങ്ങുന്നത് ചിലപ്പോൾ ID നോക്കുന്നത് തൊട്ട് അവർ പണ്ട് ചെയ്ത ഹിസ്റ്ററി, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇതെല്ലാം എടുത്ത് നമ്മളായിട്ട് റൂളൊന്നും ഉണ്ടാക്കണ്ട, ഇത് ഏകദേശം അത് നോക്കിയിട്ട് അത് ചെയ്തോളാം. അപ്പം കുഴപ്പമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് ആക്യുറേറ്റ് അല്ല, 100% ആക്യുറേറ്റ് അല്ല. ഒരു ബെസ്റ്റ് ഹ്യൂമനെ ഒരിക്കലും ബീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്, അത് പറ്റില്ല. ബെസ്റ്റ് ഹ്യൂമൻ അപ്പോൾ ഇതാണ് ഇതിന്റെ ഇമ്പാക്റ്റ് വരുന്നത്. അതായത് അടുത്ത പല സർവേയും പറയുന്ന അനുസരിച്ച് 2027 വരുമ്പോഴേക്കും ഈ ആൾക്കാരുടെ ജോലിയിൽ പറഞ്ഞ ഇമ്പാക്റ്റ് വരുന്നത് ഒരു ജൂനിയർ ലെവൽ പൊസിഷൻസ് ഇല്ലേ ഇപ്പോൾ ഉള്ള അവരും, പിന്നെ മിഡിൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞൊരു പൊസിഷൻസ് ഉണ്ട് IT അല്ലെങ്കിൽ. അതായത് കുറേ നാൾ നമ്മളൊരു കമ്പനി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചൊരു മാനേജർ ആക്കും. ആ പൊസിഷൻസും ഈ ജൂനിയർ പൊസിഷൻസും ആണ് ഒരു പക്ഷേ ഇമ്പാക്റ്റ് ആവാൻ പോവുക. കാര്യം AI വന്നു കഴിഞ്ഞാൽ കുറേ ഈ ഓർഗനൈസിങ്ങും മാനേജിങ് ഒക്കെ വളരെ എളുപ്പമാണ്, ബേസിക് വർക്കും അത് ചെയ്യും. അപ്പോൾ അത് കൂടുതൽ അങ്ങനെ യൂസ് ചെയ്യുക, ബാക്കിയുള്ള പൊസിഷൻസ് വീണ്ടും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതാണ്. അപ്പോൾ ഞാനൊരു ഏകദേശം പറഞ്ഞാണ്, ഇങ്ങനെ ഞാൻ വായിച്ചു കേട്ട ചില കാര്യങ്ങളാണ്. കൂടുതൽ റിസർച്ച് ചെയ്യാനൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഇതിൽ. ഞാനൊരു ഞാനൊരു സാധനം കേട്ടു. അതായത് ലോകത്ത് ഇതുവരെ ജീവിച്ച ഒരു ജനറേഷനും നമ്മൾ ജീവിച്ച അത്ര സുഖത്തിൽ ഇപ്പൊ ജീവിക്കില്ല. സോ മൈറ്റ് ആസ് വെൽ എൻജോയ് ഇറ്റ്. അതായത് പണ്ടത്തെ രാജാക്കന്മാരോ പണ്ടത്തെ മില്യനേഴ്സോ ഒന്നും ഇപ്പത്തെ ഒരു റിസോഴ്സ് വെച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്കിപ്പോ ജിബിലി എന്ന് പറഞ്ഞ മറ്റൊരു സാധനം ഉണ്ടല്ലോ, ചാറ്റ് GPT-യിലൊരു ഫോട്ടോ ഇട്ട് അത് AI ആയി വരുന്നു. ആ ഒരു ആർട്ട് വരുമ്പോ അതിന്റെ ആർട്ടിസ്റ്റ്, അതിന്റെ പിന്നിലുള്ള ഈ ജിബിലി സ്റ്റൈലിന്റെ ആർട്ടിസ്റ്റ് ഭയങ്കര എതിരാണ് ഇതിന്. അതായത് ആർട്ട് കൊമേഴ്ഷ്യലൈസ് ആവണു, എല്ലാവരും ചാറ്റ് GPT വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ there's nothing you can do അല്ലേ. നമ്മൾ ആലോചിക്കുക, അത് ശരിയാണ്, അത് വളരെ സാഡായിട്ടുള്ള കാര്യമാണ്, ഫാക്റ്റാണ്. പക്ഷെ നമുക്ക് ഒരു പുഴ ഒഴുകുവാണ്, നമുക്ക് 2 തരത്തിൽ അതിനെ നമുക്ക് അതിജീവിക്കാം. നമ്മൾ വരുമ്പോൾ ഒന്നെങ്കിൽ അതിനൊപ്പം നീന്താം അല്ലെങ്കിൽ അതിനെതിരെ നീന്താം.
രണ്ട് തരത്തിലും നീന്തി അവസാനം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആണ്, അവർ രണ്ടുപേർക്കും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാം. പക്ഷെ ഒപ്പം നീന്തുന്നതാണ് നമുക്ക് എഫേർട്ട് കുറവ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക, അതും യൂസ് ചെയ്ത് എങ്ങനെ വരണം, ഇത് ആക്ച്വലി ഫാക്റ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ക്ലാസിക്കൽ കാര്യങ്ങൾക്ക് എപ്പോഴും ക്ലാസിക്കലായിട്ട് തന്നെ നിൽക്കും എന്നുകൊണ്ട് അതിനും ഒരു വിലയുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പം എത്രയൊക്കെ ടെക്നോളജി വന്നാലും പഴയ ചില കാര്യങ്ങൾ പഴയതായിട്ട് തന്നെ അതിൻ്റെ ഒരു ക്ലാസ്സായിട്ട് ഒരു പക്ഷെ നിലനിൽക്കും. അതിന്റെ വിലയൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇപ്പം നമ്മൾ വത്തിക്കാനിലുള്ളൂ അല്ലെങ്കിൽ എന്താ ഈ പുരാതനമായുള്ള കാര്യങ്ങൾ ഇപ്പോഴും പുതിയ എത്ര ടെക്നോളജി വന്നിട്ടും അവരുടെ അടുത്തെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവരുടെ ഇങ്ങനെയുള്ള വലിയ ആൾക്കാരുടെയൊക്കെ മാസ്റ്റർ പീസായിട്ട് തന്നെ നിൽക്കും. അതാ പറഞ്ഞു, അതായത് ഈ ജൂനിയർ ലെവലിലുള്ള ആൾക്കാർ അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ചെറിയ കാര്യങ്ങളിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇത് ചെയ്യാം, പക്ഷെ ഇമ്പ്രൂവ് ആവും കേട്ടോ, പിന്നീട് മാറും. പക്ഷെ ഇപ്പോഴത്തേക്ക് അങ്ങനെയാണ്. അപ്പോൾ ചേട്ടാ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ എപ്പിസോഡ് ടോക്കിംഗ് വിത്ത് അല്ലേ, ഭയങ്കര സംസാരം, ഒരുപാട് കാര്യങ്ങളുണ്ടായി. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു ചേട്ടൻ, ഓൾവേസ് വെൽക്കം ആട്ടോ. എപ്പോഴും എന്തിനെ പറ്റി സംസാരിക്കണം ഞങ്ങളടുത്ത് വരാം, നമുക്ക് ഇതേമാതിരി എപ്പിസോഡ് എടുക്കാം. ചേട്ടൻ എന്ത് തോന്നി? ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എല്ലാ വിഷസും അറിയിക്കുകയാണ്. ഹോളി ഹാബിറ്റ് ഒരുപാട് ഗ്രോ ചെയ്യട്ടെ, ഒരുപാട് എപ്പിസോഡ് ചെയ്യട്ടെ. ഇവിടെ വേറെ മലയാളത്തിലും ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഒരുപാട് കണ്ടിന്യൂ ചെയ്യട്ടെ, ഒരുപാട് സക്സസ് ഞാൻ വിഷ് ചെയ്യുന്നു. ഇത് വളരെ നല്ലതാണ്, ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. താങ്ക് യു താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു ചേഴ്സ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. See you next episode. Bye.